ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതി മറഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എല്ലാ സാഹചര്യത്തിലും സ്തോത്രത്തോടെ ദൈവത്തോട് പറയും, എൻ്റെ കൊതി വേണ്ട, നിൻ്റെ ഹിതം മാത്രം മതിയെന്നും. ഞാനൊരു സങ്കീർത്തന വേദഭാഗം ഉദ്ധരിക്കുമ്പോൾ എന്നോടൊപ്പം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറയണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തന വേദഭാഗമാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഞാൻ ഉണ്ടാകുന്നതിന് മുൻപ്, എൻ്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, ഈ ഭൂമിക്ക് എൻ്റെ ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ്, ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചത്തെ അവിടുന്ന് വിളിച്ചു വരുത്തുന്നതിന് മുൻപ്, പുരാതനകാല നിത്യതയിൽ ഞാൻ സേവിക്കുന്ന ദൈവം തന്നിൽ തന്നെ സമ്പൂർണമായി വിരാജിച്ചരുളുമ്പോൾ ഭാവികാല നിത്യതയിൽ പുത്രന്റെ തങ്ക നീളത്താൽ കഴുകൽ പ്രാപിച്ച് ഒരുപറ്റം ആളുകൾ ഈ സ്ഥലത്തു നിന്ന് എത്തിച്ചേരത്തക്ക വിധം എൻ്റെ ജീവന്റെ പുറകിൽ ചലിച്ചത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവമേ നിന്റെ കരമാണെങ്കിൽ ഇന്ന് രാത്രി ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് അടിച്ചുകൊണ്ട് ശബ്ദമുയരട്ടെ. അഭിമാനത്തോടെ കരമടിച്ചുകൊണ്ട് ഒന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. ഈ രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകിയ നിയോഗം, ദൈവത്തിൻ്റെ ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള അനാദി നിർണയവും അവൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന മാനസിക തകർച്ചയും വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അത് പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ച് സഹായിക്കാം. പ്രവർത്തികൾ 4:28 വായിച്ചാട്ടെ. സംഭവിക്കണമെന്നും നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. വായിച്ചാട്ടെ. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. മതിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ തികച്ചും ഏകാഗ്രതയോടെ ഞാനിവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നന്നായി പതിയണം. നിങ്ങളുടെ ഉള്ളിൽ അത് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയണം. ഇത് ഒരു വൈകാരികത മാത്രമായി അവസാനിക്കരുത് എന്ന് ആത്മാർത്ഥമായി പറയട്ടെ. നമ്മുടെ നാട്ടിൽ കലാപരിപാടികളുണ്ട്. നമുക്കറിയാം, മിമിക്രിയും മോണോ ആക്റ്റും നാടകവും ഒക്കെ കലാപരിപാടികളാണ്. കലാപരിപാടിക്കാരൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സദസ്സിനെ നന്നായി ചിരിപ്പിക്കുക എന്നുള്ളത് കൂടെയാണ്. നന്നായി ചിരിക്കും, സാധാരണ ചിരിയല്ല. രാത്രിയിലെ ഗാഠനിദ്രയ്ക്കിടയിൽ പോലും ഓർത്തോർത്ത് സ്വപ്നം കണ്ട് ചിരിക്കത്തക്ക വിധത്തിൽ ചിരിമരുന്ന് ഉപയോഗിക്കാൻ കഴിവുള്ള നല്ല പ്രഭാഷകന്മാർ ആത്മലോകത്തിലുണ്ട്. എന്നാൽ ഈ കലാപരിപാടി അവതരിപ്പിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങുമ്പോൾ എന്തായിരുന്നു അവിടെ പറഞ്ഞത് എന്ന്
കൃത്യമായി ഒന്ന് ഓർത്തു പറയാമോ എന്ന് ചോദിച്ചാൽ കുറെ ചിരിച്ചെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഓർത്തു പറയാൻ ഇല്ലായിരിക്കും. എന്നാൽ സുവിശേഷ പ്രസംഗം കലാപരിപാടിയല്ല. ഇന്ന് രാത്രി നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞാൻ കൊതിക്കുന്നത്, നിങ്ങൾ വചനത്തിന് മുൻപിൽ കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ തിരുവെഴുത്തിലെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രവർത്തികളുടെ പുസ്തകത്തിൽ അതിശക്തമായ ഒരത്ഭുതം നടന്ന സാഹചര്യം, സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്ന മുടന്തന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ച ദൈവശക്തിക്ക് മുൻപിൽ അവൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അസാധാരണ അത്ഭുതം സംഭവിച്ച സാഹചര്യത്തിൽ അപ്പസ്തോലിക സഭ ഒരു ശക്തമായ പോരാട്ടത്തെ നേരിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലെ വാചകങ്ങളിൽ ഏറെ പ്രസക്തമായ ഒരു വേദഭാഗം, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിർണയിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു സത്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ അനാദി നിർണയം, സ്തോത്രം, ദൈവത്തിൻ്റെ അനാദി നിർണയം, എല്ലാവരും കൂടെ ശബ്ദമുയർത്തി എന്ന് പറയാമോ? ദൈവത്തിൻ്റെ അനാദി നിർണയം. ഈ രാത്രി ഈ ദൂത ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനാദി നിർണയം ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആ വ്യക്തിയുടെ നിത്യതയാണ് എന്ന വസ്തുത ശക്തമായി മനസ്സിലാക്കണം. എൻ്റെ നിത്യതയാണ് എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയുടെ മഹത്തായ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, പ്രവർത്തികളുടെ പുസ്തകം നമുക്കറിയാം 3 പ്രധാനപ്പെട്ട സംഭവങ്ങളോട് ബന്ധപ്പെട്ടാണ് ആ കാലഘട്ടത്തിൽ നാഴികക്കല്ലുകളായിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം, സ്തോത്രം, നീറോയുടെ ഭരണമാണ്. നമുക്കറിയാം നീറോ കൈസറിന്റെ ഭരണം, അത് ശരിക്കും പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ പ്രതീകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളായിരുന്നു നീറോ. 666 എന്ന സംഖ്യ പോലും നീറോയോട് ബന്ധപ്പെട്ട പ്രയോഗമാണ് എന്നാണ് വേദശാസ്ത്രികളുടെ വിലയിരുത്തൽ. അത്ര ക്രൂരനും നീചനും മനുഷ്യത്വരഹിതനുമാണ് നീറോ. അയാൾ ഒരു തരം മാനസിക രോഗിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, സ്വന്തം ഭാര്യമാർ 2 പേരെ അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ സ്വയം വധിച്ച, ഇരയുടെ മരണപ്പിടച്ചിൽ മുൻപിൽ കാണുമ്പോൾ അതിലൂടെ ഒരു തരം വൈകാരിക സുഖം അനുഭവിക്കത്തക്ക വിധത്തിലുള്ള ഒരു മാനസിക രോഗം ഈ നീറോയെ ബാധിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം. ചെറുപ്പത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന സമയം കൊട്ടാരത്തിന്റെ തൊടികളിൽ ഓടി നടന്നിട്ട് തുമ്പികളെ പിടിച്ചുകൊണ്ടുവന്ന് അതിൽ കമ്പി കോർത്തിട്ട് തുമ്പി പിടച്ച് ചാകുന്നത് കാണുമ്പോൾ മാറി നിന്ന് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഇദ്ദേഹത്തെ ഭരിച്ചിരുന്നു. വളർച്ചയോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ആളുകൾ മരിക്കുന്ന സമയം, മരണത്തിൽ ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ അത് കണ്ട് അസാധാരണമായി സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇദ്ദേഹം എത്തിക്കഴിഞ്ഞു. അപ്പസ്തോലിക സഭയുടെ ആദ്യ തലമുറയെ കൊല്ലേണ്ടതിന് അദ്ദേഹം ഉപയോഗിച്ച മാധ്യമങ്ങൾ പഠിക്കുമ്പോൾ അടകല്ലിലേക്ക് തല കയറ്റി വെച്ച കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി അത് കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റി മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്ന് ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് കുതിരയുടെ വാലിൽ കെട്ടി വലിച്ച് അങ്ങനെ ക്രൈസ്തവരെ കൊല്ലുമ്പോൾ ആ ക്രൂരമായ മരണപ്പിടച്ചിലിന് മുൻപിൽ നീറോ അസാധാരണമായി സന്തോഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കൽ റോമൻ കൊട്ടാരത്തിന്റെ പരിസരങ്ങളിൽ ആ പ്രത്യേക പൂന്തോട്ടത്തിൽ ഇരുമ്പ് തൂണുകളിൽ ക്രൈസ്തവരെ മെഴുകശീലകൾ ചുറ്റിക്കെട്ടി നിർത്തിയതിനു ശേഷം ഒടുവിലത്തെ ആളിനെയും കൊട്ടാര കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ട് ഗേറ്റ് അടച്ചതിന് ശേഷം വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ഓരോ ചിതയ്ക്കും തീ കൊടുക്കുമ്പോൾ ജീവനുള്ള ആ മെഴുകുശീലകൾ ചുറ്റിയ ആളുകൾ പിടച്ചു മരിക്കുന്ന സമയം വല്ലാതെ അട്ടഹസിച്ചുകൊണ്ട് ഇദ്ദേഹം ഇതിനിടയിലൂടെ യാത്ര ചെയ്തിരുന്നു. ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. റോമ പട്ടണത്തെ നയന മനോഹരമായി പണിയുവാൻ അയാൾ ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിന്റെ ഭാഗമായി ആളുകളെ അവിടുന്ന് ഒഴിച്ചുവിടേണ്ടത് ആവശ്യമായി വന്നതിനാൽ അതിനു മുൻപിൽ ആളുകളെ
ഒഴിക്കുന്നതിന് തടസ്സം വന്നപ്പോൾ അദ്ദേഹം കൂട്ടമായി റോമാ പട്ടണത്തിന് തീ കൊടുക്കുകയും ആ തീക്കകത്ത് വെന്തുരുകുന്ന വേളയിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രക്ഷുബ്ധരായി കൊട്ടാരത്തിന് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടുക്കുകയും ഈ പ്രത്യേക സമയം ആളുകൾ ഇത്രയും ഭീകരമായി പ്രതികാരദാഹത്തോടെ ഐക്യമായതുകൊണ്ട് ഒരു പ്രത്യേക നുണ ഇദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ പ്രചരിപ്പിച്ച നുണ ഏതെന്നറിയാമോ? ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ഇവിടുത്തെ ക്രൈസ്തവരാണ്, ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പറയുന്ന ക്രൈസ്തവരാണ് ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞു പരത്തിയതോടുകൂടെ സകല ക്രൈസ്തവർക്കുമെതിരെ വൈരാഗ്യം ആളിക്കത്തുകയും അങ്ങനെ ക്രൈസ്തവരെ നീചവും ക്രൂരവും മനുഷ്യത്വരഹിതമായി കൊല്ലുകയും ചെയ്തു. അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ AD 68 അവസാനിച്ച നീറോയുടെ ഭരണത്തോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പരാമർശനവും പുതിയ നിയമത്തിൽ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നൽകിയിട്ടില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു രംഗം, സ്തോത്രം, ധന്യനായ പൗലോസ് ശ്ലീഹയുടെ ശിരച്ഛേദമാണ്. നിങ്ങൾക്കറിയാം, ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ രംഗമാണ് രണ്ടു മരണങ്ങൾ. ഒന്ന് പൗലോസിന്റെ ശിരച്ഛേദവും മറ്റൊന്ന് പത്രോസിന്റെ ശിരച്ഛേദവും. രണ്ടു പേരും ഒരു ഗുഹയിൽ നിന്നാണ് അവസാനമായി യാത്ര പറഞ്ഞ് മരണമുഖത്തേക്ക് പോകുന്നത്. നമുക്കറിയാം, ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ക്രൈസ്തവരാണ് എന്ന് പ്രചരിപ്പിച്ചതോടുകൂടി അന്നറിയപ്പെട്ട സകല ക്രൈസ്തവ നേതാക്കന്മാരെയും റോമൻ ഗവൺമെന്റ് വേട്ടയാടി. അതിൽ ഒടുവിൽ ധന്യനായ പൗലോസ് ശ്ലീഹയെ ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ അനുവദിക്കാതെ ദൈവത്തിന് സ്തോത്രം കർപ്പോസിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ച് അതിഭയങ്കരമായി പീഡിപ്പിക്കുകയാണ്. അതേസമയം ബാബിലോണിൽ നിന്ന് പത്രോസിനെ റോമിൽ കൊണ്ടുവന്നു. അവസാനം ഇവർ രണ്ടുപേരും കിടന്നത് ഒറ്റ ജയിലറയ്ക്കകത്താണ്. ടൈബർ നദി കൂലങ്കുത്തി പതഞ്ഞ് നുരഞ്ഞൊഴുകുന്ന അതിൻ്റെ സൈഡിൽ ഉയർന്നിൽക്കുന്ന കരിമ്പാറയിൽ നേരെ താഴേക്ക് കുത്തിയിറക്കി പണിത ഗുഹയാണ് ചരിത്ര പ്രസിദ്ധമായ മർമാട്ടിൻ ഗുഹ. ഈ മർമാട്ടിൻ ഗുഹകളിൽ ഒന്നിലാണ് പൗലോസും പത്രോസും അതിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങൾ കഴിഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ആ ഗുഹയ്ക്കകത്ത് അദ്ദേഹം കിടക്കുന്ന പ്രത്യേക സമയത്ത് ഏതാണ്ട് 10-15 അടി കുത്തനെ താഴേക്ക് കരിങ്കല്ലിൽ കുത്തിയിറക്കി പണിത ഗുഹയാണ് ഈ ഗുഹ. ഇതിൻ്റെ ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന ഒരു കല്ലുണ്ട്. അതിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി അത് തുകൽ ചുരുൾ നിരത്തി വെച്ച് പ്രിയപ്പെട്ടവർക്ക് കത്തെഴുതാം. ഈ വിധത്തിൽ ഉള്ള ഗുഹയ്ക്കകത്ത് ഈ കർത്തൃദാസൻ ജീവിതത്തിന്റെ സന്ധ്യയിൽ കഴിയുകയാണ്. നിങ്ങൾ ഓർക്കണം, മരണസമയം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, മരണസ്ഥലം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു, മരണവിധവും പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപ് മരണത്തിന്റെ രീതി മനസ്സിലായി, മരണത്തിന് മുൻപ് മരണസ്ഥലം മനസ്സിലായി, മരണത്തിന് മുൻപ് മരണവിധം മനസ്സിലായി. തൻ്റെ മരണം സാധാരണ മരണമല്ല. തൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിക്കുന്ന ചോര, തൻ്റെ കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വഴിഞ്ഞൊഴുകി വീഴും എന്ന് ഉറപ്പായി മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് കുറിക്കുകയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പാനീയ യാഗത്തിൽ യാഗവസ്തുവിൻ്റെ ചോര യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയാറുണ്ട്. ഇതുപോലെ എൻ്റെ കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിലേക്ക് എൻ്റെ കഴുത്തു മുറിയുന്ന ചോര ഒഴിഞ്ഞു വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തെ പാനീയ യാഗബലി എന്ന് താൻ വിശേഷിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഓർക്കണം, തൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. സ്തോത്രം. ഇവിടെ ഒരു ചന്ത നടക്കുന്നുണ്ട്. വർഷത്തിൽ 6 മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ചന്ത. അത് ഒരു പിരമിഡിനോട് ചേർന്ന സ്ഥലത്താണ്. ആ ചന്ത സ്ഥലത്തുകൂടെ നടത്തിക്കൊണ്ടു പോയിട്ട് ആസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് 2.5 അടി പൊക്കമുള്ള ഒരു കൽത്തൂണിലേക്ക് തല ചായ്ച്ചതിന് ശേഷം കഴുത്ത് വെട്ടിക്കൊല്ലുകയായിരുന്നു. അന്ന് 10ഓളം പടയാളികൾ പ്രഭാതത്തിൽ ഈ കുഴിയുടെ കരയിലെത്തി. ഈ കർത്തൃദാസനെ കരയിലേക്ക് കയറ്റി. എന്നിട്ട് 5 പടയാളികൾ ഒരു വശത്തും 5 പടയാളികൾ മറുവശത്തും നിരന്നു. ഇതിന് നടുവിൽ ഈ ദൈവഭൃത്യനെ സ്തോത്രം ചങ്ങലക്കിട്ടു. അദ്ദേഹത്തിൻ്റെ അതേ ശരീരം അത് കൊല്ലാൻ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നേരെ ഇത് ചന്ത സ്ഥലത്തോട്ട് കയറി ഗ്രൂപ്പ്. അപ്പോഴേക്കും നാട്ടുകാർ വലിയൊരു വിഭാഗം ഈ രംഗം കാണാൻ ചുറ്റും കൂടെ കൂടി ഈ യാത്ര ആരംഭിക്കുകയാണ്. ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ ഇത് നടന്നു നീങ്ങുകയാണ്. ഇതിനെ
പുറകിൽ സ്തോത്രം ഈ ജനങ്ങൾ കൂക്കുവിളിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് റോമൻ ദേവന്മാരെ ദൈവത്തിന് സ്തോത്രം ആരാധിക്കുന്ന ശബ്ദമുയർത്തി വരുമ്പോൾ ഈ കർത്തൃദാസൻ ഇതിന്റെ മുൻപിൽ നടക്കുകയാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ആ രംഗം ഒന്ന് മനസ്സിൽ കാണണം. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ജനക്കൂട്ടം പുറകിൽ ഇരമ്പി അടുക്കുകയാണ്. രാഷ്ട്രീയ ഘോഷയാത്ര പോകുന്നത് പോലെ ഇവരെല്ലാവരും പുറകിൽ ഇങ്ങനെ ഇരമ്പി അടുക്കുകയാണ്. ഈ ധന്യനായ ദൈവഭൃത്യൻ നടുക്ക് ചങ്ങലയ്ക്കിട്ടിരിക്കുന്നു. അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. എൻ്റെ ചിന്ത ഞാൻ പറയാം. ഈ സമയത്ത് മനസ്സിനകത്ത് തുള്ളി തുടിച്ച ചിന്തകൾ എന്തൊക്കെയായിരിക്കും? സ്തോത്രം. നിരാശ മനസ്സിൽ ആഴത്തിൽ ഉറയ്ക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. എന്നാൽ ഞാൻ പറയാം, ഈ വിധ വിഷയങ്ങളെ കുറിച്ചുള്ള ഉറപ്പിന് നടുവിൽ ഈ കർത്തൃദാസൻ കുറിച്ച തിമത്തിയോസിലെ ഒരു വാക്യമുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. അങ്ങനെയാണെങ്കിൽ ഈ ഉറപ്പ് പ്രാപിച്ച ദൈവദാസൻ നേരെ ഈ സദസ്സിന് മുൻപിൽ മരണസ്ഥലത്തേക്ക്, കൊലനിലത്തേക്ക് നടന്നു നീങ്ങുകയാണ്. എൻ്റെ സദസ് ശ്രദ്ധിച്ചു കാണണേ. അദ്ദേഹം, ഞാൻ വിചാരിക്കുന്നത്, തല താഴ്ത്തി ഒരു പരാജിതനെ പോലെയല്ല, തല ഉയർത്തി ഒരു ജയാളിയെ പോലെ. രണ്ട് കൈകളും ചങ്ങലക്കിട്ടിരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കത്തിച്ചൊലിക്കുകയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജസിന്റെ പ്രഭയിൽ ഇറങ്ങി വന്ന് മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ല എന്നരുളി ചെയ്ത് അരുമനാഥനോടൊപ്പം ചില മിനിറ്റുകൾ കഴിയുമ്പോൾ സംഗമിക്കാൻ തുടങ്ങുന്നു എന്ന തന്റെ ചിന്ത മനസ്സിൽ ജ്വലിച്ചു കയറി കഴിഞ്ഞപ്പോൾ, സ്തോത്രം, പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന ചിന്ത അകത്ത് ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങളിൽ എല്ലാവരെക്കാളും ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ആ ഭക്തന്റെ നാവിൽ അന്യഭാഷ തുടിച്ചു നിൽക്കുമ്പോൾ ഓരോ ചുവടുകളും ഉറപ്പിച്ച് ഒരു പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് മരണമുഖത്തെത്തിക്കഴിഞ്ഞ് മുട്ടുകുത്താൻ ആരാച്ചാർ പറഞ്ഞു മുട്ടുകുത്തി. ആ തല അത് കൽത്തൂണിന് മുകളിലേക്ക് ഒന്ന് ചായ്ച്ചു. ആരാച്ചാരുടെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലൊന്ന് കയറിയിറങ്ങി. ആ ഭക്തനും പ്രവാചകനും ദർശകനും മൂന്നാം സ്വർഗത്തോടും എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ദൈവദാസന്റെ ശിരസ് മൂന്നിടത്ത് തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. അദ്ദേഹം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയായി. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഭൗതികത വെട്ടിപ്പിടിക്കാൻ ആത്മീയതയെ ഉപയോഗിക്കുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ മണ്ണിനേക്കാൾ നിത്യതയുടെ ദർശനം എൻ്റെ കണ്ണിൽ തരണേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു വാ പോലും ഇതിനകത്ത് അടഞ്ഞിരിക്കാതെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ഈ മണ്ണിനേക്കാൾ നിത്യതയുടെ ദർശനം എൻ്റെ അകത്തുറയ്ക്കാൻ അതിന് വിപരീതമായി പൈശാചിക ശക്തികൾ ബന്ധിച്ചിരിക്കുന്ന ഹൃദയ ചിന്തകളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരത്താൽ ചില കെട്ടുകൾ ഈ യോഗത്തിനകത്ത് അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റുപോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിലേക്ക് ബലത്തോടെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒന്നും സംഭവിച്ചില്ലെങ്കിലും എൻ്റെ നിത്യതയാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ കിട്ടാനുള്ള പണത്തെ നോക്കിയല്ല, കൊടുക്കാനുള്ള ധനത്തെ നോക്കിയല്ല, ഇന്ന് രാത്രി തങ്ങളുടെ നിത്യതയെ നോക്കി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. മറക്കരുത്, ഈ സംഭവം ചരിത്രത്തിലെ അതിപ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പൗലോസോ അഥവാ ലൂക്കോസോ ഈ പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഒരു പരാമർശനത്തിലും ചേർത്തിട്ടില്ല. AD 70 യെരൂശലേം ദൈവാലയത്തിന്റെ വിനാശം നമുക്കറിയാം. അമ്പര ചുംബിയായ അതിമനോഹരമായ തങ്കക്കുട കെട്ടിടമായ കനക കൊട്ടാരമായ യെരൂശലേം ദൈവാലയം
AD 70 ടൈറ്റസിന്റെ ആക്രമണത്തിൽ തകർന്നു വീഴുമ്പോൾ എന്റെ യേശു പറഞ്ഞ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും എന്ന വാക്കുകൾ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരം മാറ്റമില്ലാതെ സംഭവിക്കുകയാണ്. പക്ഷേ ആ സംഭവത്തെക്കുറിച്ചും പ്രവർത്തികളുടെ പുസ്തകം മൗനം പാലിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. 1, നീറോ എന്ന നീചനായ ഭരണകർത്താവിന്റെ ഭരണത്തെ സംബന്ധിച്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല. 2, പത്രോസിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തെ സംബന്ധിച്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല. 3, AD 70 യെരൂശലേം ദൈവാലയ വിനാശം സംബന്ധിച്ച് പുതിയ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഉത്തരം ഇതാണ്: ഈ സംഭവങ്ങൾക്ക് ചരിത്രത്തിൽ തുടക്കം കുറിക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി കഴിഞ്ഞു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞത് മനസ്സിലായ ദൈവമക്കൾ ഒന്നുകൂടെ ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എന്തിനാ ഞാനിത് പറഞ്ഞു വന്നെന്നറിയാമോ? ഈ സംഭവങ്ങൾ ഒരു വാക്കിൽ പോലും പരാമർശിക്കാതെ പ്രവർത്തികളുടെ പുസ്തകം പെട്ടെന്ന് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ കാരണം ഈ സംഭവങ്ങൾ ചരിത്രത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ് പ്രവർത്തികളുടെ പുസ്തകം എഴുതി പൂർണ്ണമാക്കി. അപ്പോഴേക്കും ലോക ചരിത്രത്തിൽ 3 ഭൂഖണ്ഡങ്ങളെ വലം ചുറ്റിക്കൊണ്ട് സഭ അതിന്റെ ജൈത്രയാത്ര നടത്തിക്കഴിഞ്ഞു. സ്തോത്രം. നാം വിശ്വസിക്കുന്ന ഉപദേശ സത്യങ്ങളിൽ പ്രകാരം അഥവാ ചരിത്ര പശ്ചാത്തലത്തിൻ പ്രകാരം ഈ സംഭവം നടക്കുന്നതിന് മുൻപ്, പ്രവർത്തികളുടെ പുസ്തകം എഴുതി തീരും മുൻപ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലയ്ക്കലും ഒരു സുവിശേഷകന്റെ പാദം പതിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി ഏത്? ഇതിന്റെ പുറകിൽ വ്യാപരിച്ച ശക്തി അമേരിക്കൻ ഡോളറിന്റെ ശക്തിയല്ല, UK കറൻസിയുടെ ശക്തിയല്ല, അഡ്വക്കേറ്റന്മാരുടെ നാവാട്ടത്തിന്റെ ശക്തിയല്ല. അത് സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവാത്മാവിന്റെ ശക്തിയാണ്. ഈ രാത്രി ഈ വചനം തിരിച്ചറിയുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. ഇതിനെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ശ്രദ്ധിക്കുക, സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിർണയിച്ചതൊക്കെയും സംഭവിച്ചിരിക്കുന്നു. സത്യം, ദൈവത്തിന്റെ മുൻ നിർണയം. ഞാനിന്ന് രാത്രി പറയട്ടെ, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ മുൻ നിർണയം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ ദിവ്യ പദ്ധതി നമ്മുടെ മേൽ പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒരു വസ്തുത ഓർക്കുക, അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വാക്യം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന് വചനം പറയുന്നില്ല. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് മാത്രമേ ദൈവത്തിന്റെ വചനം പറയുന്നുള്ളൂ. സംഭവങ്ങളൊക്കെ അതിൽ തന്നെ തിന്മയാണ്. എന്നാൽ തിന്മകളെ ചേർത്ത് വെച്ച് ഒടുവിൽ നന്മയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു കരം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരമുയർന്നെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരമുയർന്നെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരമുയർന്നെങ്കിൽ, നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലും നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ വെറുതെ വന്നതല്ല, സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ ജീവന്റെ പുറകിൽ ആ കരം അസാധാരണമായി
ചേർന്ന് നിൽക്കുന്നു. നിങ്ങളുടെ വാഗ്ദത്വത്തിനെതിരെ, നിങ്ങളുടെ ദാമ്പത്യത്തിനെതിരെ, നിങ്ങളുടെ ഭാവിക്കെതിരെ, നിങ്ങളുടെ ആരോഗ്യത്തിനെതിരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ പത്തി വിരിച്ചുയർത്തുന്ന സകല പദ്ധതികളെയും തകർത്തുകൊണ്ട് 5 കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ അതിനെ തകർക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും കഴിയുകയില്ല എന്ന് ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് അനാദി നിർണയമുണ്ട്. കൂടെപ്പിറപ്പേ, ഈ ദൂത് ഇന്ന് രാത്രി കാതുകളിൽ മുഴങ്ങുകയല്ല, ഇന്ന് രാത്രി ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. നിന്റെ മനസ്സിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തി, നിന്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ച്, ആരോടും തുറന്നു പറയാൻ കഴിയാതെ മനസ്സ് രാത്രിയുടെ ആ ഏകാന്തതകളിൽ ഭാരപ്പെട്ട് ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന നിമിത്തം ഉറക്കം കെടുന്ന സാഹചര്യങ്ങളെ അഴിച്ചുമാറ്റി ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ അപ്പച്ചൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയണം, ലോകത്തിലെ സകല പദ്ധതികൾക്കപ്പുറത്ത് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ കുറിച്ച് മഹത്തായൊരു പദ്ധതിയുണ്ട്. 5 കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ ആ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ്. അവൻ മുന്നറിഞ്ഞവരെ, ഒന്ന് കരമുയർത്തി പറയാമോ, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണെന്ന്? ഒന്ന് ശബ്ദമുയർത്തി പറയാമോ, എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണെന്ന്? ഒന്ന് കരമുയർത്തി അഭിമാനത്തോടെ പറയാൻ കഴിവുള്ള ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? അവൻ മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്തത്, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു. 1 മുൻ അറിവ്, 2 മുൻ നിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. ഒന്നുകൂടെ നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിക്കണം. ഇത് നിങ്ങളുടെ അകത്തോട്ടൊന്ന് കയറണം. സ്തോത്രം. പണ്ട് ഈ കഷായം കുടിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? പണ്ട് ചൊറി, പരട്ടച്ചൊറി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു. അന്ന് സ്തോത്രം അപ്പൻ കഷായം കലക്കി വെച്ച് പാത്രത്തിൽ നിന്ന് കട്ടൻ കാപ്പിയുടെ കളറുള്ള അസ്ഥി വരെ കഴിക്കുന്ന ഇത് ഗ്ലാസ്സിലോട്ട് എടുത്തു വെച്ചിട്ട് സ്തോത്രം 2 മുട്ടുകൾക്കിടയിലോട്ട്, അനുഭവിച്ചവർക്ക് മനസ്സിലാകും കാര്യം, കയറ്റി അങ്ങോട്ട് നിർത്തി കൈ 2 പുറകിലോട്ട് കെട്ടിയിട്ട് വായിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. എന്തിനായി ഭഗീരഥ പ്രയത്നത്തിൽ ഇത് അകത്തോട്ട് ചെലുത്തുന്നെന്നറിയാമോ? ഇതൊന്ന് കുടിപ്പിച്ചതിന് ശേഷം വായിൽ ചില ചക്കരയോ തേനോ ഒക്കെ പുരട്ടി വിടുന്ന രംഗം ഒക്കെയുണ്ട്. എന്തിനാ ഇത് ഇത്രയും വിഷമിക്കുന്നത്? ഇവിത്തെ 2 തുടം അകത്ത് കയറിയാൽ പിത്തശൂല മാറുമെന്ന് ഉറപ്പാണ്. ഇന്ന് രാത്രി ഇവിത്തെ 2 തുടം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമെന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിത്തെ 2 തുടം ഒന്ന് അകത്ത് കയറണം. സ്തോത്രം. ഈ രാത്രി പറയട്ടെ, നമ്മുടെ ആത്മീയ ലോകത്തിൽ അനാവശ്യമായി ഉപയോഗിക്കുന്ന കുറച്ച് പ്രയോഗങ്ങളുണ്ട്. ഇതിൽ അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, ഈ പ്രയോഗങ്ങൾ അസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, പോരാട്ടം, ബന്ധനം, അന്ധകാരം, കെട്ട്. ഇതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ സ്തോത്രം, അപ്പോത്തിക്കീരികളുടെ ചികിത്സ പോലെയാണ് ഇന്ന് പലയിടത്തും ഇത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോത്തിക്കീരി എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പുണ്ടായിരുന്നു നാട്ടിൽ പണ്ട്. ഒരു പ്രത്യേകതരം മരുന്ന് കലക്കി അങ്ങ് വെച്ചിരിക്കുക. ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെ എന്തിനും ഇതാ കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാത്തിനും അന്ധകാരം, ബന്ധനം, പോരാട്ടം, കെട്ട്, അല്ലേ? പോരിട്ട് പോരാട്ടമിട്ട്, ബന്ധനമിട്ട്, ബന്ധന ശക്തികളിട്ട്, അന്ധകാരത്തിന്റെ കൂച്ചു വിലങ്ങിട്ട്, വല്ലാത്ത കൂച്ചു വിലങ്ങ, പിടിയും വലിയും കോച്ചും കൊളുത്തുമായി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ട ബന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്തോത്രം പറയാൻ തുടങ്ങും. സ്തോത്രം. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ചില പ്രയോഗങ്ങൾ കേട്ടാൽ നമ്മൾ സാധാരണ സ്തോത്രം പറയുന്നവർ തറയിലിരുന്നാലും തറ തൊടാതെ തുള്ളിക്കളയും. സ്തോത്രം. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ, വല്ലാത്ത അവസ്ഥയാ. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ,
നോട്ടമിട്ട സ്ഥാനത്തു നിന്ന്, എന്തോ ഒരു സ്ഥാനമെന്നറിയാമോ, കാടില്ലാ കാറുകളിൽ UK കൊണ്ടുവന്ന് വട്ടം കറക്കിക്കുന്ന ഞാനല്ലേ മോനെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. ബന്ധനവും പോരാട്ടവും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി വചനം ആഴത്തിൽ ഗ്രഹിക്കുക. ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ച് 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ എന്റെ ജനനത്തിന്റെ പുറകിൽ ചലിച്ചത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണെങ്കിൽ എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, എന്റെ ജീവന്റെ പുറകിൽ മഹാദൈവത്തിന്റെ കരം ഉയർന്നു നിൽക്കുന്നു. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യണേ. ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തോട്ട് നിന്ന് കയറണം. 1, സ്തോത്രം, അവൻ മുന്നറിഞ്ഞവരെ. ഞാൻ ഇന്ന് രാത്രി സഹസ്രനോട് ചോദിക്കുന്നു, ഈ മുന്നറിവ് എവിടെ തുടങ്ങി? സ്തോത്രം. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുന്നറിവ് എവിടെ തുടങ്ങി? എവിടെ തുടങ്ങി മുന്നറിവ്? നിങ്ങൾക്ക് ഉത്തരം പറയാം. എവിടെ മുന്നറിവ് തുടങ്ങിയത്? മുന്നറിവ്, മുൻനിർണയം എവിടെ ആരംഭിച്ചു? സ്തോത്രം. വിളി എവിടെ സംഭവിച്ചു? നീതീകരണം എപ്പോൾ നടന്നു? തേജസ്കരണം എപ്പോൾ നടക്കും? സ്തോത്രം. ഓർക്കുക, ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഈ 5 കൂട്ടം കാര്യങ്ങൾ അവൻ ജനിക്കുന്നതിന് മുൻപേ ദൈവം പ്ലാൻ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വീടിന്റെ മുറിക്കകത്തിരുന്ന് നിങ്ങൾ ഇവിടുത്തെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 5 മണിക്കൂർ യാത്രയ്ക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ആ ടിക്കറ്റിന്റെ ടോക്കൺ നമ്പർ എടുത്ത് ഇത്രാമത്തെ സീറ്റ് എന്ന് സേവ് ചെയ്തെടുത്താൽ ആ ദിവസം നിങ്ങൾ ആ വണ്ടിയുടെ ആ സീറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് നിർദ്ദിഷ്ട സ്ഥാനം വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ സീറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ പിണ്ഡാകാരമാകുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ ഞാൻ ജന്മം കൊള്ളുന്നതിന് മുൻപ് ഞാൻ എവിടെ ജനിക്കണം, എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, എൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, എൻ്റെ വരുമാന മാർഗം എന്താകണം, അല്ല എൻ്റെ നിത്യത എവിടെ ചിലവഴിക്കണം എന്നുകൂടെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കൂടെപ്പിറപ്പേ, നിന്നെ കുറിച്ച് ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു പദ്ധതി നീ സേവിക്കുന്ന ദൈവത്തിനുണ്ട്. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു മുന്നറിവുണ്ട്. ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. എന്താ ഈ മുന്നറിവിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നറിയാമോ? മുന്നറിവിന്റെ ആത്യന്തിക ലക്ഷ്യം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നിന്നെ അനുരൂപരാക്കുക എന്നതാണ് ദൈവത്തിന്റെ മുന്നറിവിന്റെ ലക്ഷ്യം. കേട്ടോ? സ്തോത്രം. ഈ രാത്രി ഗൗരവമായി ചിന്തിക്കണം. മരണാനന്തരം ഒരു നിത്യതയുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി, കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആ ശബ്ദം പോരാ, ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. കല്ലറയ്ക്കപ്പുറത്ത് ഒരാളത്വം നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? കല്ലറയ്ക്കപ്പുറത്ത് ഒരാളത്വം നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? 9200 അടി പൊക്കമുള്ള മഞ്ഞു പെയ്യുന്ന ഹർമോൻ പർവ്വതത്തിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഹാലൂസിനേഷൻ ആയിട്ടല്ല, 3 പേരും ഒരുപോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മരിച്ചു മൺമറഞ്ഞ മോശ ഉടലോടെ എടുക്കപ്പെട്ടു വന്ന് യേശുവിനോട് സംസാരിക്കുന്നത് കണ്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നു, നിങ്ങളുടെ 1000 കൊല്ലം കഴിഞ്ഞ് നിത്യതയിൽ നിങ്ങൾ നിങ്ങളുടെ തേജസ്സിൽ വെളിപ്പെടുന്ന ദിവസം വരുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി കരമടിച്ചുകൊണ്ട് പറയണം, മണ്ണിന് വേണ്ടിയല്ല ഞാൻ വീണ്ടും ജനിച്ചത്, നിത്യതയ്ക്കായിട്ടാണ് വീണ്ടും ജനിച്ചത്. ഗ്ലോറി, ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, പണ്ടത്തെ പ്രസംഗങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്നത്തെ പ്രസംഗങ്ങളുടെ ലക്ഷ്യം എന്താണ്? സ്തോത്രം. പണ്ടത്തെ സന്ദേശങ്ങളിൽ ഉയർന്നു നിന്ന പാട്ടിനകത്ത്
ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആശയത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? വീടുമില്ലാരുമിൽ ഒന്നുമില്ലീ ലോകത്തിൽ നമുക്കൻ. ശബ്ദം ഉയർത്തിയെന്ന് അറിയാവുന്നവര്. വീടുമില്ലാരുമിൽ ഒന്നുമില്ലീ ലോകത്തിൽ നമുക്കൻ ഓർക്കുക. ഓ വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു. ശബ്ദം ഉയർത്തിയെന്ന് പാടിക്കേ. ഓ വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു. കരമടിച്ചൊന്ന് പാടാമോ? ഓ ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? ഓ വിശ്രമവാസത്തിൽ. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഓ വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും. ശബ്ദമുയർത്തി. ഉണരുക നീയൻ. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി ഗ്ലോറി കേൾക്കുമോ ഈ ദിനം? ഓ വിശ്രമവാസത്തിൽ. കാണും ജ്ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ സിയോൻ പുരേ. അല്ലേ ദൈവ ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മെ പിരിഞ്ഞു മുൻ വിഹം ഗമിച്ച വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ. അരുണ തുല്യമാം ദ്യുതി വിളങ്ങിടും വിവിധമാം പ്രിയ മുഖങ്ങളെ. കാണും മോക്ഷപുരേ താതൻ ചാരേ. ഓ കാണും ജ്ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. ആമേൻ. ഒടുവിലെ പ്രയോഗമുണ്ട്. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും ജ്ഞാനൻ ഗ്ലോറി. അങ്ങനാണെങ്കിൽ ഭക്തന്മാരുടെ ആത്യന്തിക പ്രതീക്ഷ എന്തായിരുന്നു? ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു ആത്യന്തിക പ്രതീക്ഷ? പാമ്പുകടിയേറ്റ് മോശവത്സലത്തിന്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്നുകൊണ്ട് പാടിയ പാട്ടല്ലേ സ്തോത്രം? അനുഗ്രഹിതമായ നിന്റെ ഹിതം പോലെ എന്നുള്ള പാട്ട്. ആ പാട്ടിനകത്ത് ആഴം നിത്യതയുടെ ദർശനമല്ലേ? ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, 60 70 വർഷത്തെ ആയുസിനേക്കാൾ നിത്യതയാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം. എൻ്റെ ജീവന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന് മഹത്തായൊരു ഉദ്ദേശമുണ്ട്. അത് മണ്ണല്ല, വിണ്ണാണ്. നിങ്ങൾ ഓർക്കുക, സാധു സുന്ദരസിംഗിനെ അറിയുമോ? ആ കർത്തൃദാസൻ തൻ്റെ ഗുരുപാദാന്തിക അനുഭവങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആഴത്തിൽ ഉറയ്ക്കുന്ന ഒരു സംഭവമാണ്. ഹിമാലയ മേഖലയിൽ താൻ ധ്യാനത്തിലായിരുന്നപ്പോൾ
ശരീരരഹിതമായി വെളിപ്പാട് യോഹന്നാനെ പോലെ ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗമുണ്ടായി. ആത്മലോകം തൻ്റെ കൺമുൻപിൽ മലർക്ക തുറക്കപ്പെട്ടു. സ്തോത്രം. തൻ്റെ കൺമുൻപിലേക്ക് ഒരു തേജസ്വിയായ ആൾ അടുത്തു വരികയാണ്. അദ്ദേഹം കടന്നു വന്ന് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? ഉടനെ ആൾ പറഞ്ഞു, സുന്ദർ സിംഗ് പറഞ്ഞു, അറിയത്തില്ലല്ലോ. അങ്ങ് ഇന്ന ദിവസം ഇത്രാം തീയതി ഒരു കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിച്ചത് ഓർക്കുന്നു. ഒരു മറയ്ക്കകത്ത് മൂക്കും വിരലും കുഷ്ഠരോഗത്താൽ മുറിഞ്ഞുപോയ ഒരു മനുഷ്യന്റെ അടുക്കലിരുന്ന് യേശുക്രിസ്തുവിന്റെ നിത്യജീവന്റെ വചനം പങ്കുവെച്ചത് ഓർക്കുന്നു. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന മണിക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ മരിച്ചു സാർ. ഞാൻ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. നോക്ക്, എൻ്റെ മുറിഞ്ഞുപോയ മൂക്കും എൻ്റെ മുറിഞ്ഞുപോയ വിരലുകളും തേജസ്സിൽ തിരികെ വന്നിരിക്കുന്നു. ആത്മലോകത്തിൽ താൻ ഉണർന്നതിന് ശേഷം താൻ നേരെ ഈ ഹോസ്പിറ്റലിലെത്തി. അവിടെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ആത്മലോകത്തിൽ ആ മനുഷ്യൻ ശരീരമേഖലയിൽ നിന്നും ആത്മലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞ സമയം ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്നതും ഇദ്ദേഹം കണ്ട അരൂപി ആ വ്യക്തിത്വം സംസാരിച്ചതുമായ രംഗം ഒരേ സമയമായിരുന്നു. ഇന്ന് രാത്രി ഇത് അമ്മൂമ്മ കഥയാണെന്ന് വിചാരിക്കരുത്. 5 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് സ്വർഗം നിന്നെ രക്ഷയ്ക്കായി വിളിച്ചത്. സ്തോത്രം. ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? എന്തൊക്കെയാണ്? 1 മുന്നറിവ്, 2 മുൻനിർണയം, 3 വിളി, 4 നീതീകരണം, 5 തേജസ്കരണം. അത് എന്ന് പ്ലാൻ ചെയ്തു? ഈ പ്രപഞ്ചത്തിന് രൂപം കൊടുക്കുന്നതിന് മുൻപ് ദൈവത്തിന്റെ അനാദി നിർണയത്തിൽ പ്ലാൻ ചെയ്തു. എൻ്റെ 13ാമത്തെ വയസ്സ് ഞാനൊരിക്കൽ എബനേസർ ഹൈസ്കൂൾ എന്നറിയപ്പെടുന്ന റാന്നിയിലെ വലിയകാവിനും കടവുപുഴയ്ക്കും സമീപമുള്ള ഒരു സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് തിരിച്ച് SSLC എക്സാമിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്ന സംഭവം, അവിടെ കവുങ്കോട്ടയത്തുനിന്നൊരു വീടിൻ്റെ അങ്കണത്തിൽ ഒരു കൊച്ചു കൂട്ടായ്മ യോഗം നടക്കുന്നുണ്ട്. എൻ്റെ സഹോദരിയുടെ പ്രേരണ നിമിത്തം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന സമയം ആ പ്രാർത്ഥനാ യോഗത്തിൻ്റെ ഏറ്റവും പുറകിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയം പാസ്റ്റർ KT ചാക്കോ എന്നറിയപ്പെടുന്ന WME പ്രസ്ഥാനത്തിലെ അനുഗ്രഹിതനായ ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും പുറകിൽ ബാലകനായി ഞാൻ നിക്കറും ഒക്കെ ഇട്ട് പഴയ പ്ലാസ്റ്റിക് സഞ്ചിയും ഒക്കെ കയ്യിൽ പിടിച്ച് ഞാൻ പുറകിൽ വന്ന് ഒരു കൈകുത്തി നിലത്ത് യോഗത്തിൻ്റെ ഏറ്റവും പുറകിലിരിക്കുന്നത്. ഈ സമയം ഈ കർത്തൃദാസൻ അന്യഭാഷ പറഞ്ഞ് നടുവിലൂടെ നടന്നിങ്ങോട്ട് വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ച്, എൻ്റെ പിതാവ് മാർത്തോപ്പള്ളിയിലെ ട്രസ്റ്റിയാണെന്ന്, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പുള്ളൊരു കാലഘട്ടമാണ്, എന്നാൽ തലയിൽ കൈവച്ചൊരു പ്രവചനം പറഞ്ഞു. ഉടുപ്പൂരിയിട്ടിട്ട് എനിക്കൊന്ന് വിശ്രമിക്കാൻ നേരമില്ലേ എന്ന് നിലവിളിക്കത്തക്ക വിധം എൻ്റെ വചനവുമായി ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്റെ മരണത്തിന് മുൻപ് ഓടേണ്ടി വരും. ഈ ദൂതിന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് രാത്രി നിന്നോട് പറയുന്നു, 10 ചാക്ക് അരി തിന്നു തീർക്കാനല്ല, സമൃദ്ധിയുടെ നെറുകയിൽ കഴിയാനല്ല, നിത്യതയിൽ കറപറ്റാതെ എത്താനാണ് ദൈവം നിന്നെ മുൻകണ്ടതെങ്കിൽ നിന്റെ ജീവന്റെ പുറകിലെ ദൈവത്തിന്റെ ആത്യന്തിക പ്ലാൻ നിത്യതയാണ്. അതിനുവേണ്ടി ദൈവം സാഹചര്യങ്ങളെ രൂപപ്പെടുത്തും. അതൊരു പക്ഷേ കരച്ചിലാകാം, അതിനകത്ത് സ്വർഗം നിന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന വാക്യം കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്ക് തെറ്റി. ഞാൻ അതൊന്നുകൂടെ പറയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് എന്ന വാക്യം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്താമെന്നാണ് പറഞ്ഞു. അങ്ങനൊരു വാക്യമില്ല. പിന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും നിത്യതയ്ക്ക് വേണ്ടി നിന്റെ പദ്ധതികളെ ദൈവം പരിവർത്തനം ചെയ്യിക്കും. ദൈവത്തിന് സ്തോത്രം. മീൻകറി വെക്കാൻ അറിയാവുന്ന സഹോദരിമാരാണല്ലോ മലയാളി സഹോദരിമാർ.
സ്തോത്രം. അതില്ലാതെ തൊണ്ടയ്ക്ക് കീമുറി ഭക്ഷണം ഇറങ്ങാത്തൊരു ശൈലിയും നമുക്കുണ്ട്. സഹോദരിമാർക്കറിയാമെങ്കിലും സഹോദരന്മാരായ ഞങ്ങളും ഗതികേടിൻ്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പം വേണ്ടി വന്ന മീൻകറി വെക്കും. ദൈവത്തിന് സ്തോത്രം. ഇനിയും മീൻകറിക്ക് എന്തൊക്കെയുണ്ട്? പകൽ ഞാൻ പറഞ്ഞതുപോലെ മീൻകറിക്കകത്ത് എന്തൊക്കെയുണ്ട്? അതിൻ്റെ ഭാഗങ്ങൾ അത് അതിൽ തന്നെ രുചികരമാണോ? ഇഞ്ചി വായിലിട്ട് ചവച്ച് രുചിക്കാൻ പറ്റുമോ? വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി എടുത്ത് മിച്ചർ കഴിക്കുന്നത് പോലെ വായിലിട്ട് പച്ച വെളുത്തുള്ളി ചവച്ചരയ്ക്കാൻ പറ്റുമോ? മുളക് പൊടി അത് അതിൽ തന്നെ ടേസ്റ്റ് ഉള്ളതാണോ? അല്ല. മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിൽ തന്നെ ക്രാമരസമുള്ളതാണ്. പക്ഷേ മുളക് പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൃത്യ അനുപാതത്തിൽ വഴറ്റി യോജിപ്പിച്ച് അത് വെട്ടിത്തിളയ്ക്കുന്നതിൽ മീൻ കഷണം കൂടെ ചാറ് കുറുകി കഴിയുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു രൂപപ്പെടൽ പ്രക്രിയയില്ലേ? ഇതുപോലെ ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം അതിൽ തന്നെ തിന്മയാണെങ്കിലും നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കേണ്ടതിന് വേണ്ടി നിന്റെ സാഹചര്യങ്ങളെ കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി പാതാള ശക്തികൾ കേൾക്കെ കരമടിച്ചൊന്ന് ആരാധനയോട് പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തിന്മയാണെങ്കിലും അതിന്റെ പുറകിൽ ആ കൂടി വ്യാപരിപ്പിക്കുന്ന കരം കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൂടി വ്യാപരിപ്പിക്കുന്ന കരം. ഞാൻ ചോദിക്കുന്നു, സ്തോത്രം, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ആ കരം ചലിച്ചില്ലേ? എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ആ കരം ചലിച്ചില്ലേ? രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ആ കരം ചലിച്ചില്ലേ? അങ്ങനെയെങ്കിൽ നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ലജ്ജ കൂടാതെ അഭിമാനത്തോടെ കരമടിച്ചുകൊണ്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം മറ്റുള്ളവർക്ക് കാണുമ്പോൾ പ്രശ്നങ്ങളില്ലെങ്കിലും എൻ്റെ ഉള്ളു കത്തുന്ന വിഷയത്തിന് നടുവിൽ എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഭാരത്തിന്റെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം എനിക്കായി ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ ഒന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എൻ്റെ ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ ഭാഗമാണ് എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കേണ്ടത് ഞാൻ പ്രാപിക്കാൻ തുടങ്ങുന്ന നിത്യതയ്ക്കായി എൻ്റെ ദൈവം എന്നെ ഇന്ന് രാത്രി ഇവിടെ ഒരുക്കുന്നു എന്ന് പറയുന്നെങ്കിൽ സ്തോത്രത്തോടെ പറയണം, ഈ സംഭവത്തിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഓ ചിരാതൽ ഘടക നംദരാധികനയാരകൾ ഘടക രൗദരാധികനയാരക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാത്രി പറയാം, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി പറയുന്നു, നിങ്ങളുടെ അക്കൗണ്ടിലെ പണം വർദ്ധിപ്പിക്കാനല്ല യേശു കാൽവറിയിൽ മരിച്ചത്, നിങ്ങളെ നിത്യത കൈവിട്ടു പോകാതെ പറുദീസയിൽ എത്തിക്കാനാണ് എൻ്റെ കർത്താവിൻ്റെ കാൽവറി മരണമെങ്കിൽ ഈ രാത്രിയെ വലത് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് ലഭിച്ച ശബ്ദത്തോടെ എൻ്റെ നിത്യത എന്ന് ഒന്ന് വാ തുറന്ന് പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നു, നിത്യതയുണ്ടോ? മരണാനന്തരം നിത്യതയുണ്ടോ? അതിന് ദൈവത്തിന്റെ അനാദി നിർണയമുണ്ടോ? സ്തോത്രം. ഈ ഭാർഗവീ നിലയം എന്ന് പറയുന്ന ഒരു പുസ്തകം ബഷീർ എഴുതിയിട്ടുണ്ട്. ഭാർഗവീ നിലയം നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. അതിൻ്റെ പുറകിലൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ വീട് വാടകയ്ക്ക് കിട്ടാതെ വട്ടം കറങ്ങി നടക്കുന്ന സമയം വില കുറച്ചൊരു വീട് കിട്ടി. വില കുറച്ച് കിട്ടിയ വീട് അദ്ദേഹം വാടകയ്ക്കെടുത്തു. ഒരു ദിവസം മണ്ണെണ്ണ വിളക്കിൻ്റെ സഹായത്തോടെയാണ് എഴുത്ത് നടക്കുന്നത്. എഴുതാൻ സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ച് തയ്യാറാക്കി വെച്ചിട്ട് നോക്കിയപ്പം മണ്ണെണ്ണ വിളക്കിലെ എണ്ണ തീരുകയാണ്. അങ്ങനെ കരിന്തിരി പുകയുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി ഇച്ചിരി മണ്ണെണ്ണ വാങ്ങിക്കാമെന്ന് വെച്ച് അപ്പുറത്തോട്ട് പോയി. അപ്പുറത്തു നിന്ന് മണ്ണെണ്ണ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ മുറിക്കകത്തെ മണ്ണെണ്ണ വിളക്ക് മേക്കൂര വരെ കത്തി ജ്വലിക്കുകയാണ്. കടുനീല വെളിച്ചം ഇങ്ങനെ മുറിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഒരു വല്ലാത്ത ഭയം തോന്നി. ഭയം തോന്നിയപ്പോൾ തിരിച്ച് എന്ന് വീട്ടുകാരോട് ചോദിച്ചു, ഇങ്ങനൊരു പ്രതിഭാസം അവിടെ കണ്ടു, എന്തെങ്കിലും അസ്വസ്ഥമായിട്ടുള്ളത് ഈ വീട്ടിലെങ്ങനെ നടന്നിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു,
ഇത് വീട് വാടക കുറച്ച് കിട്ടാനുള്ള കാര്യം എന്തെന്നറിയാമോ? ഭാർഗവി എന്നൊരു സ്ത്രീ ഈ വീടിന്റെ മുൻപിലെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ സാധാരണ കിടന്നുറക്കം നടക്കത്തില്ല, അതുകൊണ്ട് വിലക്കുറവിന് കിട്ടിയതാണ് ഈ വീട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഭാർഗവി നിലയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയത്. ഭാർഗവി നിലയം പോലെയുള്ള സങ്കല്പമല്ല നിത്യത. സ്തോത്രം പറയാൻ പറ്റുമോ? ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർക്കുന്നു. സ്തോത്രം. തൃശ്ശൂർ മേഖലയിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ താമസിച്ചു പോയത് കൊണ്ട് ഒരു ലോഡ്ജ് റൂം എടുത്തു. രാത്രി ഉറങ്ങാൻ കയറി. പക്ഷെ ഒരു 3 മണിയായപ്പോൾ ഒരു കാഴ്ച കണ്ടു. കാഴ്ച എന്തെന്നറിയാമോ? തൊട്ട് മുകളിലത്തെ ഫാനിൽ ഒരു യുവതി കെട്ടി ഞാന്ന് കിടന്ന് ആടുന്നു. വെട്ടി വിയർത്ത് വിറച്ചെഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അസ്വസ്ഥമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് കഴിഞ്ഞ് പാറാവുകാരൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഈ കെട്ടിടത്തോട് ബന്ധപ്പെട്ട് വല്ലതും അസ്വസ്ഥമായിട്ട് നടന്നിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ അവിടെ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഫാനയിലാ കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് യാഥാർത്ഥ്യമാണോ ഭാവനയാണോ? എന്നാൽ ഞാനിന്ന് രാത്രി പറയട്ടെ, നമ്മൾ അനുഭവിക്കുന്ന നിത്യത ഇതുപോലല്ല. നമ്മൾ അനുഭവിക്കുന്ന നിത്യത സത്യമാണ് എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ നിത്യതയിൽ എത്തിക്കണമെങ്കിൽ എൻ്റെ ദൈവം ചില ശോധനകൾ അനുവദിക്കണം. അതിൻ്റെ പുറകിൽ ദൈവത്തിന് പ്ലാൻ ഉണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയിട്ട് പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ആ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ് എന്നിങ്ങോട്ട് ചോദിക്കട്ടെ. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഭക്തന്മാരുടെ ചരിത്രം ഞാൻ പെട്ടെന്ന് പറയാൻ പോവുക. ഞാൻ ചോദിക്കുന്നു, യഥാർത്ഥ ഭക്തന്മാരാരെങ്കിലും സമൃദ്ധിയിൽ സുഖലോലുപതയിൽ ആന്തോളനമാടിയിട്ടുണ്ടോ? അനുഭവിച്ച പരിശോധനകളുടെ ചരിത്രം പഠിച്ചാൽ ഇടനെഞ്ച് പൊട്ടും. സ്തോത്രം. നിങ്ങൾ ഈ രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ കുറിക്കണം, നീ കുടിച്ച് തീർത്ത വീഞ്ഞിനേക്കാൾ നീ കുടിച്ചു തീർത്ത കണ്ണുനീരാണ് നിന്നെ നിത്യതയിൽ ബലത്തോടെ എത്തിക്കുന്നതെങ്കിൽ, നിന്റെ കണ്ണുനീരിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയണം, അതിന്റെ പുറകിലെ ദൈവത്തിന്റെ കരം ഞാൻ കാണുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രപഞ്ച ചക്രവർത്തിയും മഹാദൈവവുമായ ദൈവത്തെ നേരിട്ട് കണ്ട് ഒരുമിച്ച് നടക്കാൻ മനുഷ്യകുലത്തിൽ ഭാഗ്യം കിട്ടിയ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് ആദമാണ്. മഹാദൈവത്തിന്റെ ഉച്ഛ്വാസശ്വാസം ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടപ്പോൾ, കണ്ണിമ വെട്ടി തുറന്നപ്പോൾ ആദ്യം കണ്ടത് മഹാദൈവത്തെയാണ്. അതിനുശേഷം പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ മഹാദൈവത്തെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒറ്റ ഒരാൾ അത് മോശയാണ്. മോശയെ പോലെ ഒരു ദൈവവൃത്യനെ ചരിത്രം കണ്ടിട്ടില്ല. ഒരു വടി നീട്ടി കടൽ പിളർത്തിയ, ഒരു കരമുയർത്തി യുദ്ധമേഖലയെ നിയന്ത്രിച്ച, ഒറ്റ വാക്കിൽ എതിരാളികളെ ഭൂമിയെ കൊണ്ട് വായ് പിളർത്തി വിഴുക്കിച്ച അസാധാരണ ശക്തിവിശേഷം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവ സാന്നിധ്യത്തിന് അകത്തങ്ങോട്ടിരുന്നിട്ട് ഇറങ്ങി സദസ്സിലേക്ക് വരുമ്പോ ശരീരത്തിൽ നിന്ന് സർവശക്തന്റെ തേജസ് പ്രതിഫലിക്കുന്നത് കണ്ടുകൊണ്ട് സദസ്സ് പറയുകയാണ്, മോശേ നിന്റെ മുഖത്ത് മൂടുപടമിടണം, നിന്റെ ത്വക്ക് വല്ലാതെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവശക്തന്റെ തേജസ് മുഖത്ത് പ്രതിഫലിക്കത്തക്ക വിധത്തിൽ തേജസ് ശരീരത്തിലേക്ക് ആവഹിക്കാൻ തക്കവണ്ണമുള്ള കൃപ വ്യാപരിച്ച ഒരു ദൈവദാസൻ. ഈ ദൈവദാസൻ ഒരിക്കൽ മലയ്ക്ക് മുകളിൽ തേജസ്സിൽ മഹാദൈവത്തിന്റെ മുൻപിൽ ചെന്ന് കവിണ് വീണിട്ട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നെ കൊന്നുകളയണേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഈ ദൂത് ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ സമൃദ്ധിക്ക് പുറകിൽ സാത്താൻ ഒരുക്കുന്ന കണികളുണ്ടെന്നും, ഒരു ഭക്തന്റെ കഷ്ടതയ്ക്ക് പുറകിൽ എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, ചെറുതോ വലുതോ ആയ പരിശോധനയുടെ പുറകിൽ എൻ്റെ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിലതുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ദാസൻ ഇരമ്യാവിനെ നിങ്ങൾക്കറിയുമോ? ആ ദൈവവൃത്യൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്,
കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ആ പദത്തിന്റെ ആഴം നിങ്ങൾക്കറിയാമോ? കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് രാത്രി ഈ പുൾപിറ്റിൽ ദൂത് മുഴങ്ങുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളു പൊള്ളി പറയുന്ന ചില വേദനകളില്ലേ, അതിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നെന്നും ഇന്നത് തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റുമെന്നും ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. എൻ്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. നിന്റെ ഡെസ്റ്റിനി അവസാനിച്ചെന്നും നിന്റെ ഭാവി തീർന്നെന്നും ലോകം വിധി പറയുമ്പോൾ എൻ്റെ ദൈവം അനുവദിക്കാതെ എൻ്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ലെന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ശബ്ദമുയർത്തി പറ. എൻ്റെ ജീവന്റെ പുറകിൽ ക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാത്ത മാനസിക സംഘർഷങ്ങൾ കൊണ്ട് മനസ്സ് തളരുമ്പോൾ ദൈവാത്മാവ് ഇടപെടുന്നു. നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കളെക്കാൾ നീ സഹിക്കുന്ന മുള്ളുകൾക്കാണ് നിത്യതയിൽ പ്രതിഫലം. കരം ഉയർത്തിപ്പിടിക്കാമോ? നീ അനുഭവിക്കുന്ന റോസാപ്പൂക്കളെക്കാൾ നീ അനുഭവിക്കുന്ന മുള്ളുകൾക്കാണ് നിത്യതയിൽ പ്രതിഫലം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അതിൻ്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ അനാദി നിർണയവും ഹൈന്ദവ വിശ്വാസത്തിലെ വിധിയും ഒന്നല്ല, രണ്ടാണ്. വിധി എന്നൊന്നില്ല, അത് പച്ചക്കള്ളമാണ്. വിധിയില്ല. വിധി എന്നത് സത്യമാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം, അന്ത്യന്യായ വിധിക്ക് ദൈവത്തിന് അധികാരമില്ല. നിങ്ങൾ ഈ ദൂത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിൽ കുറിക്കണം. വിധി സത്യമാണെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ വിധി എന്ന സ്തോത്രം തയ്യാറാക്കി വച്ചിരിക്കുന്ന ജാതക രീതി ശരിയാണെങ്കിൽ അന്ത്യന്യായ വിധി നടക്കില്ല. സ്തോത്രം. ഞാൻ ഒരു കൊച്ചു ഉദാഹരണത്തോടെ തെളിയിക്കാം. ദൈവത്തിന്റെ അന്തിമ വിധി നടക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് ദൈവം വിളിക്കുന്നു. ഉദാഹരണമാണ്, ഫുലാൻ ദേവി. നമുക്കറിയാം, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി കയറി വരുന്നു. അഗ്നി നരകമാണ് നിന്റെ ഓഹരി എന്ന് പറഞ്ഞ് ദൈവം അന്തിമ വിധിയിൽ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിവിടുന്നെന്ന് വിചാരിക്കുക. ഫൂലാൻ ദേവി നിന്നിട്ട് തിരിച്ച് ദൈവത്തോട് പറയുക, ദൈവമേ, ഒരു ചോദ്യം ചോദിച്ചിട്ടൊന്ന് പൊക്കോട്ടെ. എന്താ ചോദ്യം? പ്രതിക്ക് സംസാരിക്കാൻ ജഡ്ജി അവസരം കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് ഫൂലാൻ ദേവി പറയുകയാണ്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിഷ്കളങ്കയായ ഒരു കുഞ്ഞായി ഞാൻ രൂപപ്പെടുമ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഉപദ്രവിക്കപ്പെടണമെന്നും അതിൻ്റെ പക തീർക്കാൻ കയ്യിൽ ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയായി ആയുധമെടുക്കണമെന്നും പക തീർത്ത് കഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിലെത്തി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോൾ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് നിലത്ത് വീഴണമെന്നും എൻ്റെ തലയിൽ വരച്ചു വെച്ചതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ വിധിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായടയും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മേൽ ദൈവം വ്യക്തിയുടെ ചെയ്തികൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം അടിച്ചേൽപ്പിച്ച ദൈവത്തിനാണ്. അതുകൊണ്ട് തന്നെ യൂദ ഒറ്റിക്കൊടുക്കാൻ ദൈവം അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല, യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അറിയുന്നതാണ്. കാരണം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. ഈ പ്രസംഗത്തിൽ ഇപ്പോൾ 8:18 8:45 വരെ ഈ മെസ്സേജ് പോകാൻ അവസരമുണ്ടാകും എന്ന അനുവാദമുണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഞാൻ
ഇതിനിടയിൽ 8:30-ക്കുള്ളിൽ നിർത്താൻ തീരുമാനിച്ചാൽ എനിക്ക് നിർത്താനും തുടരാനും അവകാശമുണ്ട്. സ്തോത്രം. പക്ഷേ ഞാൻ മൈക്രോഫോൺ കയ്യിലെടുക്കുന്നതിന് മുൻപ് ഞാൻ 8:30-ക്ക് നിർത്തുമോ 8:45-ന് നിർത്തുമോ എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ അറിയുന്നു. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, ഈ രാത്രി നീ ഇവിടെ വന്നത് വെറുതെ വന്നതല്ല. എൻ്റെ ദൈവം നിന്റെ ജ്ഞാനത്തിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, തകർച്ചയ്ക്കല്ല, ഇതിന്റെ പുറകിൽ ചില ദൈവപ്രവർത്തികൾ നടക്കാൻ തുടങ്ങുന്നു. നിന്റെ കുടുംബത്തെ അടക്കി ഭരിക്കുന്ന നിരാശയുടെ നീർക്കയത്തിന്റെ കടുങ്കെട്ടുകളെ അഴിച്ചുമാറ്റി ഇന്ന് രാത്രി ഒരു പടി കൂടെ നിന്നെ നിത്യതയ്ക്കായി ഒരുക്കാൻ യേശുവിന്റെ കരം ബലത്തോടെ വ്യാപരിക്കുകയാണ്. തിരിച്ചറിയുക, ഒരു ഭക്തന്റെ മാനസിക തകർച്ചയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഭക്തനായ ദാവീദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധിയിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ രാത്രി പറയാം, ചിലരുടെ ജീവിതത്തിൽ മാനസിക പ്രതിസന്ധികൾ വർദ്ധിച്ചാൽ, വൈകാരിക വിക്ഷോഭം ചെറുതായിട്ടുണ്ടായാൽ മതി ആത്മഹത്യയിലേക്ക് പോകാൻ. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അതിന് പിടിച്ചു നിൽക്കാൻ കരുത്തുണ്ട്. ഒരിക്കൽ ഒരു സുഹൃത്ത് രാവിലെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷേവിങ്ങിനിടയിൽ ഒരു കാരയിൽ കയറി ബ്ലേഡ് ഒന്ന് ഉടക്കി, ചില ചോര വന്നു. എല്ലാ കാര്യത്തിനും ഭാര്യയുടെ സഹായം ആവശ്യമായി ഇദ്ദേഹം അടുക്കളയിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഡീ ചോര. 2 കുഞ്ഞുങ്ങളെ 10 മിനിറ്റിനുള്ളിൽ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനുള്ള തിരക്കിന് വീട്ടമ്മ നിൽക്കുന്ന സമയത്താണ് ചോരയും കൊണ്ട് ചെല്ലുന്നത്. അതും ബ്ലേഡ് കൊണ്ടുവന്ന ചെറിയ ചോര. സ്തോത്രം. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, ഭൂതവും കൂടെ കയറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ വല്ലാത്ത അസ്വസ്ഥതയിലിരിക്കുന്ന ഈ സമയത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ സഹോദരി 2 കൈ ഏണത്തോട്ട് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക മറുപടി, മനുഷ്യ ഒന്ന് കയറ്റി വിട്ടോട്ട് ഈ പിള്ളേരെ വണ്ടിക്ക് പൊതി കെട്ടിക്കൊണ്ടിരിക്കുക. എന്തിനേറെ പിന്നെ അനക്കോ മെനക്കോ ഒന്നും ഉണ്ടായില്ല. സ്തോത്രം. പിള്ളേരെ 2 പേരെയും മിനിറ്റുകൾക്കുള്ളിൽ വന്ന ബസ്സിന് കയറ്റിവിട്ടു. അത് കഴിഞ്ഞിട്ട് അച്ചായ 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 എന്ന് പറഞ്ഞ് വന്നിട്ട് അനക്കോ ഇല്ല. ബെഡ്റൂം അകത്തുനിന്ന് ബ്ലോക്ക് ചെയ്തിരിക്കാം. ചെറിയൊരു സംശയം തോന്നി. ഈ സഹോദരി വീടിന്റെ പുറകിലോട്ട് ഇന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഫാനയിൽ കായ്ച്ച് കിടപ്പുണ്ട്. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, നടന്ന സംഭവം. കൊച്ചു കാര്യം മനസ്സിൽ എഫക്ട് ചെയ്തപ്പോൾ ആത്മഹത്യക്കുള്ള പ്രേരണയുണ്ടായി. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം മകൻ അബ്ബ പിതാവ്, ശാലയും സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. സ്വന്തം മകൻ അപ്പന് നേരെ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ അടുക്കുമ്പോ കാലിലെ ചെരുപ്പൂരി മാറ്റിയിട്ട് തലമൂടാതെ നമ്മുടെ രക്ഷകനെ പോലെ ഒലിവുമലയുടെ കയറ്റം കയറി നിലവിളിച്ചുകൊണ്ട് ഈ ഭക്തൻ ഓടുമ്പോൾ പാടുകയാണ്, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ നീ മറന്നുകൊള്ളുമായിരുന്നു. ഈ ദൂതി പുൽപ്പറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ വിവേചിക്കുന്നു. അസാധാരണമായി അനുഭവിക്കുന്ന മാനസിക സംഘർഷം നിമിത്തം എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ മനസ്സ് കലങ്ങുന്നുണ്ടെങ്കിൽ ആ കലങ്ങുന്ന ഭാരത്തിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, നിന്റെ കണ്ണുനീരിന് മുൻപിൽ ദൈവം ചരിത്രത്തെ മാറ്റിക്കുറിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന്ന് രാത്രി ചില വ്യക്തികളോട് നിയോഗത്തോടെ പറയുന്നു, നിന്റെ വിഷയത്തിന് നടുവിൽ എൻ്റെ ദൈവം ഇടപെട്ടാൽ ചില സാധ്യതകൾ മാറും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്.
നിങ്ങൾക്കറിയാമോ, സ്തോത്രം, സെക്കൻഡുകൾ കൊണ്ട് ദൈവത്തിന്റെ കരം ചലിച്ചു. വല്ലാത്ത പരിതസ്ഥിതികളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തന്റെ വിശ്വസ്ത മിത്രമായ അഹീതോഫേൽ ശത്രുവിന് ഗൂഢാലോചന നൽകാൻ ശത്രുവിന്റെ കളത്തിൽ എത്തിക്കഴിഞ്ഞു. തന്നെ സ്നേഹിച്ച വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. തന്റെ മകൻ അഭിമാന പ്രതീകമായ തലമുടി കാറ്റിൽ പറപ്പിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ കോവർ കുതിര പുറത്തോടി അടുക്കുകയാണ്. പക്ഷെ ദൈവം കാര്യങ്ങളെ തിരിച്ചു. ഈ ദൂതിന്ന് രാത്രി ഈ പുൾപിറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മാവ് പറയുന്നു, എന്തായി തീരുമെന്നോർത്ത് നിരാശപ്പെടുന്ന ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ ഭാരം കർത്താവിൽ കൈമാറിയാൽ നിന്റെ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ആരംഭിക്കാൻ പോകുന്നു. അതിന്ന് രാത്രി അനുഭവിക്കാൻ കൊതിക്കുന്ന ദൈവമക്കൾ പരിസരം മറന്നു ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി ആത്മമണ്ഡലത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായി ഇടപെടുകയാണ്. ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ സ്വർഗം തൊട്ടുകഴിഞ്ഞാൽ നിന്റെ അഭിമാനത്തിന്റെ തലമുടിയെ ദൈവം തൂക്ക് കയറാക്കി മാറ്റി കൊണ്ട് നിന്റെ അനുഗ്രഹത്തിന്റെ അംഗീകാരത്തിന്റെ കോവർ കഴുതയെ ദൈവം ആരാച്ചാരാക്കി മാറ്റിക്കൊണ്ട് മുൻപിൽ ഉയർന്നു നിൽക്കുന്ന കരിവേലകത്തെ എൻ്റെ ദൈവം സ്തോത്രം കഴുകുമരമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി വിഷയത്തെ തിരിക്കാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നിന്റെ കണ്ണുനീരിന് മുൻപിൽ സ്വർഗം ഇറങ്ങി ഇടപെട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവം അധ്യായം മാറ്റാൻ പോകുന്നു. കൃപ ലഭിച്ച ദൈവമക്കൾ ഈ രാത്രി ശബ്ദം ഉയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. അതെനിക്ക് തിന്മയ്ക്കല്ല, അതെന്റെ ഒടുവിലെത്തിയ അധ്യായത്തിൽ എന്റെ ദൈവം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആത്മാക്കളെ കർത്താവ് വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാക്കളെ കർത്താവ് നിന്റെ ഭാവിയെ ദൈവത്തിന്റെ കരം ചലിച്ചിട്ട് ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി അഴിച്ചു പണിയുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഒഴുകുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന നിന്നെ തീജ്വാലയാക്കി ഈ ഗ്രൗണ്ടിൽ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന പരിശോധന നിന്നെ തകർക്കില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിന്റെ നടപടി ആരംഭിക്കാൻ പോകുന്നു. തിരിച്ചറിയുക, എൻ്റെ ദൈവം നിന്റെ ഭാവിയെ കരങ്ങളിലെടുത്താൽ നിന്റെ ജീനിയോളജി മാറ്റാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വിളിച്ചു പറയണം, സംഭവിക്കുന്നതിന്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ഞങ്ങൾ ഈ ശവമടക്ക് നടത്താൻ ശവസംസ്കാര ശുശ്രൂഷയിലെത്തുമ്പോൾ എല്ലാ ശവമടക്കിലുമില്ല, ചില ശവമടക്കിൽ അവസാനത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വയം കരഞ്ഞു പോകും. സാധാരണ ശവമടക്ക് നടത്തുന്ന ഒരു പ്രതീതി ഉള്ളതുകൊണ്ട് ചില ശവമടക്കിൽ അതെങ്ങനെയാണെന്നറിയാമോ, യൗവനക്കാരാണ് മരിച്ചു കിടക്കുന്നതെങ്കിൽ ഒടുവിൽ പരിശുദ്ധ തൃത്വം പറഞ്ഞ് മണ്ണിടുന്നതിന് മുൻപ് ചുമതലപ്പെട്ടവർ വന്ന് മുഖം മൂടാം എന്ന് പറയുന്നൊരു രംഗമുണ്ട്. ആ മുഖം മൂടുന്നത് മിക്കവാറും ഒക്കത്തിരിക്കുന്ന അമ്മയുടെ കയ്യിലെ കുഞ്ഞിനെ കൊണ്ട് മുഖം മൂടിക്കാൻ പിതാവിൻ്റെ സഹോദരനോട് പറഞ്ഞ് തുണി വലിക്കുന്ന രംഗങ്ങൾ കാണും. ആ സമയം ഈ പെറ്റ തള്ളയുടെ നിലവിളി കണ്ടാൽ മണ്ണിട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ചങ്ക് തകർന്ന് കരഞ്ഞു പോകും. ചില പ്രത്യേക രംഗങ്ങളിൽ കാര്യം എന്നറിയാമോ, ഒരു സഹോദരിക്ക് വൈധവ്യം മനസ്സ് തകർക്കുന്നതാണ്. പക്ഷെ വൈധവ്യത്തിൽ അവൾ പിടിച്ചു നിൽക്കും, അനാഥത്വമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മക്കൾ ആരോഗ്യത്തോടെയുണ്ട്, ഭർത്താവ് മരിച്ചു പോയാലും എന്നെ നോക്കാൻ എൻ്റെ മോനുണ്ടല്ലോ എന്നൊരു ചിന്ത സഹോദരിമാരെ ഭരിക്കും. എന്നാൽ ഈ രണ്ടും കൂടെ ചില പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കും. വൈധവ്യവും അനാഥത്വവും എന്ന് പറഞ്ഞാൽ നോക്കാൻ ഭർത്താവ് മരിച്ച വൈധവ്യം അനുഭവിക്കുമ്പോൾ തന്നെ മക്കളൂടെ ഇല്ലാത്ത സാഹചര്യം വന്നാൽ അത് വൈധവ്യവും അനാഥത്വവുമാണ്. ഈ സമയം ഒരു സഹോദരിയും അവിടെ സഹിക്കില്ല. നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. 3 ഡെഡ് ബോഡികൾ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്തു പറയും? മുടിഞ്ഞു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല, കരപറ്റില്ല, ഇത് തറ പറ്റും. സ്തോത്രം. ആദ്യം ഭർത്താവിൻ്റെ ഡെഡ് ബോഡി നവോമിയുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയി. ചില ദിവസങ്ങൾക്ക് ശേഷം 2 ആൺമക്കൾ, എൻ്റെ ആൺകുഞ്ഞുങ്ങൾ എനിക്കുണ്ടല്ലോ
അവരെന്നെ നോക്കുമല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് അവരുടെ ഡെഡ് ബോഡിയും പുറത്തു പോകുന്നത്. 3 ഡെഡ് ബോഡികൾ പുറത്തു പോയൊരു വീട്ടിൽ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിപ്പീൻ, അത്യുന്നതനെങ്കിൽ അത്യന്തം കയ്പായത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നശിച്ചു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല എന്ന് വിധി എഴുതിയവരുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചപ്പോൾ ദാവീദിന്റെ വല്യമ്മച്ചി പദം അലങ്കരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചി ആകത്തക്ക വിധം അവളുടെ ചരിത്രത്തെ മാറ്റി കുറിച്ചവനാണ് ഞാൻ സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇന്നത്തെ ദൂതിന് മുൻപിൽ വചനത്തിന് ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റാൻ തയ്യാറായാൽ നിന്റെ നിരാശകൾക്ക് നടുവിൽ നിന്നും ഇതുവരെ കാണാത്ത ഒരു അധ്യായം നിനക്ക് വേണ്ടി തുറക്കാൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രി ശബ്ദമുയർത്തി പറയണം, എന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നത് ലൂസിഫറിന്റെ കരമല്ല, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. ഈ തിന്മ എന്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. കർത്താവിന്റെ ദാസന്മാരെ ഞാൻ ആത്മാവിൽ കാണുന്നു. ചില വ്യക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന നിരാശയുടെ കടുങ്കെട്ടുകളെ ഈ ആരാധനയ്ക്ക് നടുവിൽ സ്വർഗം എടുത്തു മാറ്റുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവി രാത്രി അസാധാരണമായി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കടന്നു വന്നത് വെറുതെയല്ല, നിന്റെ മനസ്സിനെ വല്ലാതെ ആക്രമിച്ച് നിന്നെ നിരാശയിലേക്ക് തള്ളി വീഴ്ത്തി രാത്രിയും പകലും കരയാനാണ് വിധി എന്ന് പറയത്തക്ക വിധം എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവളെ പോലെ, ഇല്ലാത്തവനെ പോലെ മരണം കൊതിക്കത്തക്ക വിധം ആധിപത്യം പുലർത്തുന്ന നിരാശയുടെ കെട്ടുകളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ സ്വർഗം എടുത്തു മാറ്റിയിട്ട് അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ഉയർന്നു നിൽക്കുന്നു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ അത് റോസാ പൂക്കളേക്കാൾ ഞാൻ സഹിക്കുന്ന മുള്ളുകൾക്ക് പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, ഇത് നന്മയ്ക്ക് തന്നെ. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിൽ അസാധാരണമായ മാനസിക ശാരീരിക കരുത്ത് ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവാചകനെ പറയാനുണ്ടെങ്കിൽ അത് ഏലിയാവാണ്. അദ്ദേഹം ശാരീരികമായും കരുത്തനാണ്, അദ്ദേഹം മാനസികമായും കരുത്തനാണ്. തിസ്ബിയുടെ മലം കാടുകൾക്കിടയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു വെള്ളി നക്ഷത്രം പോലെ, ഒരു കൊള്ളിമീൻ പോലെ, ഒരു വേട്ടനായെ പോലെ ശക്തമായി കൊട്ടാരത്തിലേക്ക് പാഞ്ഞു കയറിയിട്ട് രാജാവിന്റെ മുഖത്ത് ചൂണ്ടി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ആകാശം പൊട്ടിക്കെട്ടി താക്കോൽ പോക്കറ്റിലിടത്തക്ക വിധം പ്രവചന നിയോഗത്തോടെ ഉപയോഗിക്കപ്പെട്ട ഈ കർത്തൃദാസൻ, ദൈവത്തിന് സ്തോത്രം. ആ ദൈവദാസൻ കരീത്തിന്റെ കരയിൽ കാക്കച്ചൂണ്ടിൽ നിന്ന് അനുഭവിച്ചിട്ട് എൻ്റെ ദൈവത്തിന്റെ കാര്യപരിപാടി എത്ര വലുതാണെന്ന് അറിയാമോ? ഞാൻ ചോദിക്കുന്നു, ഇവിടൊക്കെ വണ്ടിയിൽ കയറിയാൽ ഉടൻ അഡ്രസ് അമർത്തിയാൽ നേരെ ഇടത്തോട്ട് വലത്തോട്ട് മുൻപോട്ട് എന്നൊക്കെ പറഞ്ഞ് GPS സിസ്റ്റം കാണിക്കും. എന്നാൽ തിന്ന് കൊടല് പൊട്ടിയാലും കൊടുക്കാത്ത കാക്കയുടെ ചുണ്ടിൽ ഇറച്ചി കൊടുത്ത് വിട്ടിട്ട് അതിൻ്റെ തലയ്ക്കകത്ത് കെരീത്ത് തൊട്ടിലോട്ടുള്ള GPS സിസ്റ്റം വെച്ച് വിട്ട ദൈവത്തിൻ്റെ മഹത്വം എത്രയാണെന്ന് ഓർത്താൽ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ചാൽ എനിക്ക് വേണ്ട ഓഹരി എൻ്റെ അടുക്കൽ എത്തിക്കാൻ കഴിവുള്ള ഒരു കാര്യം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം, സ്തോത്രം. പർവ്വതത്തിന് മുകളിൽ അതിശക്തമായ യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തീറക്കിയ ഈ കർത്തൃദാസൻ, പ്രാർത്ഥിച്ച് തീറക്കിയ ദൈവദാസൻ, ആഹാബിന്റെ രാജരഥം എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടിയോടുന്ന രാജരഥത്തിന്റെ മുൻപിൽ ഓടി എന്ന് പറഞ്ഞാൽ ഒരു മാരത്തേൻ ഓട്ടം പാസാക്കാനുള്ള കായിക ബലം ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ മാനസികമായും കരുത്തനാണ്, ശാരീരികമായും കരുത്തനാണ്. പക്ഷേ അടുത്ത ദിവസം ഉയർന്ന ചില വാക്കുകൾക്ക് മുൻപിൽ ചങ്കു പൊട്ടി. വാക്കു പൊട്ടിയില്ലെങ്കിൽ ചങ്കു പൊട്ടും എന്ന ഒരു പ്രത്യേക ശൈലി കേട്ടിട്ടില്ലേ? ആരോട് വാക്ക് പൊട്ടിക്കാൻ? ചങ്കു പൊട്ടുകയാണ്. ഈ സമയം അവിടെ നിന്ന് യാത്രയാകുകയാ. ദൈവത്തിന് സ്തോത്രം. യാത്ര ചെയ്ത് ഒരു ചൂരച്ചെടി തണലിലേക്ക് ഇഴഞ്ഞു കയറിയതിന് ശേഷം
ദൈവത്തോട് പറയാണ്, മതി മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ഞാൻ ഇന്ന് രാത്രി ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ അനാദി പദ്ധതിയിൽ മറഞ്ഞിരിക്കുന്ന കാര്യപരിപാടിയും ഈ മാനസിക തകർച്ചയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കുക, സ്തോത്രം, ഏലിയാവേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ? തിസ്ബിയുടെ മലങ്കാടുകൾക്കിടയിൽ നിന്നും പ്രാർത്ഥനയിൽ പ്രാപിച്ച ഊർജവുമായി കൊട്ടാരത്തിൽ ദൂതറിയിക്കണം. എന്നിട്ട് അവിടെ നിന്ന് കെരീത്തിന്റെ കരയിലിരുന്ന് കാക്കയിൽ നിന്ന് കഴിക്കണം. അവസാനം സരേപ്തയിലെ വിധവയുടെ ഉറവക്കണ്ണികൾ പാത്രത്തിൽ തുറന്നു വെച്ച് അത്ഭുതം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. അവസാനം ഏലിശയുമായിട്ട് ഒരുമിച്ച് യോർദാന്റെ അക്കരയോട്ട് കൈകോർത്ത് പിടിച്ചു നീങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് ദൃശ്യമായി തന്നെ അങ്ങോട്ട് കയറ്റിയിരുത്തി പറുദീസയിലേക്ക് പച്ച മാംസത്തിൽ കൊണ്ടുപോകണം. അവിടെ നിന്ന് ദൗത്യ നിർവഹണത്തിനിടയിൽ യേശു ഭൂമിയിൽ വരുമ്പോൾ അവനെ ധൈര്യപ്പെടുത്താൻ മറുരൂപമലയിലേക്ക് ഇറങ്ങി വരണം. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് കയറിപ്പോകണം. അവിടെ നിന്ന് യെരൂശലേമിൽ നടക്കുന്ന മഹായുദ്ധത്തിന്റെ എതിർക്രിസ്തുവിന്റെ പീഡാസമയം അവിടെ ഇറങ്ങി വന്ന് നിന്റെ കയ്യാൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. എതിർക്രിസ്തുവിന്റെ കയ്യാൽ കൊല്ലപ്പെടുന്ന നീ എല്ലാ വെബ്സൈറ്റുകളും നോക്കി നിൽക്കുമ്പോൾ യെരൂശലേം നഗരവീഥിയിൽ നിന്ന് കാലൂന്നി എഴുന്നേൽക്കണം. വീണ്ടും പറുദീസയിലേക്ക് പോകണം. ഇങ്ങനെ യുഗങ്ങളുടെ ദൗത്യം ചെയ്യാൻ ദൈവം മുൻകണ്ട നീയാണോ നാളെ തിന്ന് തീർക്കാൻ ഇരിക്കുന്ന ഒരുത്തിയുടെ വെല്ലുവിളിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത് എന്നിന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മഹത്തായ പദ്ധതികൾ നിത്യത മറച്ചു വച്ചിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന നിരാശയുടെ നീരാളിപ്പിടുത്തത്തിന്റെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കത്തക്ക വിധം ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയണം, മണ്ണല്ല വലുത്, നിത്യതയാണ് വലുതെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ആധിപത്യം പുലർത്തുന്ന നിരാശയുടെ മേലൊന്ന് ജയമെടുക്കണം. ശബ്ദമുയരട്ടെ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തിയൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ? എല്ലാ നാവും ചലിക്കട്ടെ ദൈവസന്നിധിയിൽ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ചില വ്യക്തികളുടെ മേൽ കർത്താവിന്റെ കരം ബലത്തോടെ വ്യാപരിക്കുകയാണ്. മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത വിധത്തിൽ മനസ്സ് വിങ്ങുന്ന ചില കെട്ടുകൾ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് നടുവിൽ എൻ്റെ ദൈവം അഴിച്ചു മാറ്റുന്ന രാത്രിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. കൂടപ്പിറപ്പേ, ഈ ഭൂമിയിലെ സകല സമൃദ്ധികളും രാവിലത്തെ സമൃദ്ധി വൈകിട്ടത്തെ നിരാശയ്ക്ക് വഴിമാറും. എന്നാൽ നീ അനുഭവിക്കുന്ന പരിശോധന നിത്യതയ്ക്ക് വഴിമാറുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ചുകൊണ്ട് പറയണം, ഞാൻ അനുഭവിക്കുന്ന പരിശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും അതിനെ നിത്യതയിൽ തെളിച്ചത്തോടെ നിർത്താൻ ആ കരം ബലത്തോടെ ചലിക്കുക. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. മറക്കണ്ട, മറക്കണ്ട. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പ്രാർത്ഥനയുടെ നടുവിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയാം, ദാവീദിന്റെ കഷ്ടതയുടെ പുറകിൽ ഒരു കരം ഉയർന്നു ചലിച്ച് സത്യമാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ ക്രൂശിന്റെ പുറകിൽ ഒരു കരം ഉയർന്നു ചലിച്ച് സത്യമാണെങ്കിൽ, ഏലിയാവിന്റെ കണ്ണുനീരിന് മുൻപിൽ ഒരു കരം ഉയർന്നു ചലിച്ച് സത്യമാണെങ്കിൽ, ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട്. ആത്മഹത്യക്ക് വഴിമാറുന്നതല്ല നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവവിളി. എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെടേണ്ട സമയം സർവശക്തന്റെ കടികാരം നിനക്കായി ചലിക്കും. അതുകൊണ്ട് ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, നിത്യതയാണ് എനിക്ക് വലുത്. നിങ്ങൾക്കറിയാമോ ജോൺ എഫ് കെന്നഡിയെ? 35ാമത്തെ വൈറ്റ് ഹൗസ് രാജാവിനെ ഓർമ്മയുണ്ടോ? ജാക്വലിൻ കെന്നഡിയോട് ഡാളസിൽ അദ്ദേഹം മരിച്ചു വീണ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. തുറന്ന വാഹനത്തിൽ രാഷ്ട്രീയ പ്രചരണ വേളയിൽ മരിച്ചു വീഴുകയായിരുന്നു, വെടിയേറ്റ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് രാവിലെ ഒരു പറ്റം പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് മഹദിയുടെ അഭിപ്രായം എന്താണ്? ഉത്തരം ഇതായിരുന്നു, എന്നെ പോലെ ഒരു ഭാഗ്യശാലി ലോകത്തിലില്ല. കാറിൽ, തുറന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് മടിയിലേക്കാണ് വീണത്. ജാക്വലിന്റെ മടിയിലേക്കാണ് വീണത്. നിങ്ങൾ ഓർക്കണം, അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അത്ഭുതമാണ് കെന്നഡിയുടെ മരണം. കാരണം വെടിവെച്ചയാളിനെ വിസ്താര സദസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ വെടിവെച്ചു കൊന്നു. ആ ആളിനെ വിസ്താരത്തിലേക്ക് എത്തിക്കുന്നതിന് മറ്റൊരാൾ വിഷം കൊടുത്തു വന്നു.
കൊലയ്ക്ക് പുറകിൽ കൊല ആസൂത്രണം ചെയ്ത ഭീകര കൊലപാതക പരമ്പര. എന്നാൽ ഇതിന് നടുവിൽ ജാക്വലിൻ കെന്നഡിയോട് മരണം നടന്ന വൈകിട്ട് പത്രപ്രവർത്തകർ ചോദിച്ചു, രാവിലെ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഭാഗ്യശാലി നിങ്ങളാണെന്ന്, ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് എന്തു പറയുന്നു? എന്നെ പോലെ ദൗർഭാഗ്യശാലി ലോകത്തിൽ മറ്റാരുമില്ല. രാവിലത്തെ ഭാഗ്യം വൈകിട്ടത്തെ ദൗർഭാഗ്യത്തിന് വഴിമാറുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെങ്കിൽ ക്രൂശ് മുഖാന്തരം എന്റെ കഷ്ടത ദൈവം നന്മയ്ക്കായി ചെയ്യും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുതിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിലേക്ക് ആ രണ്ട് കൈകളും ബോധപൂർവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്ന് പറയാൻ കഴിവുള്ള പ്രിയപ്പെട്ടവർ, കർത്താവിന് സ്തോത്രം, ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ചില വ്യക്തികളോടാണ് ഇന്ന് രാത്രി ആഴത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. നിന്റെ ജീവിതം വെറുതെ അവസാനിപ്പിക്കാനുള്ളതല്ല. നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്നെ കുറിച്ച് എൻ്റെ ദൈവം മഹത്തായി ചെയ്തു വച്ചിരിക്കുന്ന ചില പ്ലാനുകൾ നിവർത്തിക്കാൻ ബോധപൂർവം ചില ശോധനകൾക്കകത്തുകൂടെ ദൈവം കടത്തിവിടുകയാണെങ്കിൽ ഇത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് പറയണം, എൻ്റെ കൊതി വേണ്ട കർത്താവേ. ശബ്ദമുയരട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ കൊതി വേണ്ട കർത്താവേ, നിന്റെ ഹിതം മതി. ശബ്ദമുയരട്ടെ. എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എല്ലാ വായിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ദാവീദിന്റെ കഷ്ടതയ്ക്ക് പുറകിൽ വ്യാപരിച്ച ഒരു കരമുണ്ട്. ശലോമോന്റെ സമൃദ്ധിക്ക് പുറകിൽ വ്യാപരിച്ച ഒരു ചതിവിന്റെ ശക്തിയുണ്ട്. നിന്റെ ജഡത്തെ ആസക്തിയിലേക്ക് നയിച്ച് നിന്നെ നിത്യത കൈവിട്ടു പോകത്തക്ക വിധത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളുടെ ബന്ധനത്തെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റിയിട്ട് നിത്യതയ്ക്കായി നിന്നെ പണിയാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നതിനാൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാൻ എത്ര നാവുകൾ ഇതിനകത്ത് ചലിക്കും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ദൈവത്തിന് മഹത്വം. ശബ്ദം ഉയരട്ടെ. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ഉയർച്ചയും താഴ്ചയും, നിന്റെ വളർച്ചയും തളർച്ചയും, നിന്റെ കിതപ്പും കുതിപ്പും, നിന്റെ മുള്ളും പൂക്കളും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ നിന്റെ ഹിതം വിട്ടിടം വലം തിരിയാതെ എൻ്റെ ജഡത്തിന്റെ കൊതിയേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ഹിതമാണ് എനിക്ക് വലുത് എന്ന് പറയാൻ കൊതിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ശാന്തമായി എഴുന്നേൽക്കാവുന്നവർ ദൈവസന്നിധിയിൽ ശാന്തമായി എഴുന്നേൽക്കണം. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ കൈകളും കർത്താവിനൊന്ന് ഉയർന്നിരിക്കട്ടെ. ഈ ദൂത് ഇന്ന് രാത്രി ഒരു സാധാരണ ശബ്ദമായിട്ടല്ല, ചില വ്യക്തികളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളെ തൊടത്തക്ക വിധം ദൈവാത്മാവ് വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ആ രണ്ട് കൈകളും ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചാട്ടെ. ബ്ലസ്സൻ മേമന സ്റ്റേജിലേക്കൊന്ന് കടന്നു വരും. ആ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞ്, കർത്താവേ, എൻ്റെ ജഡത്തിൻ്റെ കൊതി വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം മതി. ശബ്ദം ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പറയണം, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചത് സത്യമാണെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ഉയർന്നത് സത്യമാണെങ്കിൽ, ഇയ്യോബിന്റെ പരിശോധനയുടെ പുറകിൽ ഒരു കരം ഉയർന്നത് ശരിയാണെങ്കിൽ, നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ ഒരു കരം ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്നു. ഇതിനകത്തുകൂടെ നീ കടന്നു പോകുന്നത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. ഇതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ കാര്യപരിപാടി കൊണ്ട് എൻ്റെ ദൈവം തിരിക്കാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം നിത്യതയുടെ തീരത്ത് നീ എത്തും. അന്ന് നീ പുറകോട്ട് നോക്കിക്കൊണ്ട് പറയും, ഇതിന്റെ
പുറകിൽ എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടി ഉയർന്നിരുന്നു. സഹിക്കാൻ വയ്യ പാസ്റ്ററെ, മനസ്സ് വല്ലാതെ കലങ്ങി നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ പിൻബലം എനിക്ക് വേണം, അല്ലെങ്കിൽ ഈ മൺപാത്രം തകർന്നു പോകും എന്ന് കൊതിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. നിന്റെ വിഷയത്തെ എൻ്റെ ദൈവം കൈകാര്യം ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സ് കലങ്ങിയാണ് ഈ രാത്രി യോഗത്തിലെത്തിയിരിക്കുന്നത്. നാളെയിൽ നീ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ ഓർത്തുള്ള ഉത്കണ്ഠ വല്ലാതെ ഭരിക്കുന്നുണ്ട്. ഇടനെഞ്ച് പൊട്ടിയാണ് യോഗത്തിന് കടന്നു വരുന്നത്. എന്നാൽ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനം ഓർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഗായക സംഘത്തോടൊപ്പം ഒന്ന് പാടി ആരാധിക്കണം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളെ ദൈവാത്മാവ് ഇതിനകത്ത് തൊടുകയാണ്. അസാധാരണമായ ദൈവസ്പർശനം അനുഭവിച്ച് ഇതുവരെ ഇരമ്പി ഇറങ്ങാത്ത ഒരു ദൈവിക ധൈര്യം നിന്റെ സ്ഥിരകളുടെ മേൽ വ്യാപരിക്കത്തക്ക വിധം, നിന്റെ മോഹത്തിന്മേൽ മാത്രമല്ല, നിന്റെ മോഹഭംഗത്തിന്റെ പുറകിൽ പോലും എൻ്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിൽ നിന്നെ സമർപ്പിക്കാൻ ദൈവാത്മാവ് ക്ഷണിക്കുന്ന രാത്രിയാണ്. ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം ചോദിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. ദാവീദിന്റെ കഷ്ടതയുടെ പുറകിൽ വ്യാപരിച്ച ദൈവകൃപയാണോ, ശലോമോന്റെ സമൃദ്ധിക്ക് പുറകിൽ വ്യാപരിച്ച പിശാചിന്റെ കണികളാണോ നമുക്ക് വേണ്ടത്? ദാവീദിന്റെ കഷ്ടതയ്ക്ക് പുറകിൽ വ്യാപരിച്ച ദൈവകൃപയുണ്ട്. എന്നാൽ ശലോമോന്റെ സമൃദ്ധിക്ക് പുറകിൽ ഒളിച്ചു വെച്ച പിശാചിന്റെ കണിയുണ്ട്. രാത്രി ഓർക്കുക, ശലോമോന്റെ സമൃദ്ധിയേക്കാൾ ദാവീദിന്റെ പരിശോധനയ്ക്ക് പുറകിൽ വ്യാപരിച്ച ദർശനമാണ് വലുത്. ഇന്ന് രാത്രി ആ നെഞ്ചിൽ കരം ചേർത്ത് പിടിച്ചു പറ, നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ നിരയിൽ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ നിത്യ പ്രതിഫല രൂപത്തിൽ എത്തിച്ചേരുന്ന മഹത്വ ദിനത്തെ കൈവിട്ടിട്ടുള്ള ഒരു നന്മയും എനിക്ക് വേണ്ട, എൻ്റെ നിത്യതയാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർന്നിരിക്കട്ടെ. ഞാൻ ഈ രാത്രി നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. തുറന്നു പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ മനസ്സ് കലങ്ങി തകർന്ന് രാത്രിയുടെ ഏകാന്തതകളിൽ ഗാഠനിദ്ര ഒഴിഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ട് ക്ലോക്കിന്റെ ടിക് സൗണ്ടുകൾക്ക് വേണ്ടി മാത്രം ചെവിയോർത്ത് എങ്ങനെയെങ്കിലും പ്രഭാതമായിരുന്നെങ്കിൽ എന്നോർത്ത് മനസ്സ് കലങ്ങി എഴുന്നേൽക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ആ ബന്ധനത്തെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അഴിച്ചു മാറ്റിയിട്ട് ഒരു അസാധാരണ ദൈവപ്രവൃത്തി തുടക്കം കുറിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ആ കരങ്ങൾ ഉയർത്തി യേശുവിലേക്ക് കൈമാറുക. നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നിന്റെ ജീവിതത്തിൽ നന്മയ്ക്ക് തന്നെ. പാസ്റ്ററെ, ഈ ദൂത എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. എനിക്ക് പ്രാർത്ഥന വേണം. അസാധാരണ ജീവിത സാഹചര്യങ്ങൾക്ക് നടുവിൽ ഞാൻ മുൻപേ പറഞ്ഞ പദം ആവർത്തിക്കുന്നു. നീ കുടിച്ചു തീർത്ത വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ വില. നീ സഹിക്കുന്ന മുള്ളുകൾക്കാണ് നീ അനുഭവിക്കുന്ന റോസാപ്പൂക്കളെക്കാൾ നിത്യതയിൽ വില. പിടിച്ചു നിൽക്കണമെങ്കിൽ കൃപ വേണം പാസ്റ്ററെ. എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് പിടിച്ചു നിൽക്കാൻ കൃപ വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ കരമുയർത്തുക ശക്തമായി. പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. ചില വ്യക്തികളുടെ മേൽ ആഴത്തിൽ ആധിപത്യം പുലർത്തുന്ന ആ ആധിപത്യത്തെ സ്വർഗം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ഈ രാത്രി ദൈവപ്രവർത്തിക്കായി എൻ്റെ ഉള്ളം കൊതിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നവർ വേഗം മുൻപോട്ട് വന്നാട്ടെ.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ലജ്ജ വേണ്ട. ഇന്ന് രാത്രി പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന എനിക്ക് വേണം, എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണമെന്ന് കൊതിക്കുന്നവർ മുൻപോട്ട് കടന്നു വരിക. ഞാൻ ഈ രാത്രി പറയട്ടെ, അനുഭവിക്കുന്ന ചില അസാധാരണ മാനസിക പ്രതിസന്ധി, സഹിക്കാൻ കഴിയാത്ത ചില പ്രത്യേക സാഹചര്യം, ഇല്ല ഇല്ല ഇല്ല, പിടിച്ചു നിൽക്കാൻ ഈ കരങ്ങൾക്ക് ഇനിയും ശക്തിയില്ല. ഉള്ളു വല്ലാതെ പൊള്ളുകയാണ്. ഇതിന് പുറകിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ആ ശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അതിന്റെ പുറകിൽ ദൈവത്തിന്റെ നന്മയുടെ കരം ഉയരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ബാക്കി ക്രമീകരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി 2 ചരണം കൂടെ കർത്താവിന് സ്തോത്രം, കർത്താവിന്റെ ദാസനൊന്ന് പാടും. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കൂടെ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ അനുഭവിക്കുന്ന വല്ലാത്ത അസാധാരണ ഭാരങ്ങൾക്ക് നടുവിൽ എനിക്കിനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവകൃപ വേണം, എനിക്ക് പ്രാർത്ഥന വേണം. എൻ്റെ ജീവിതത്തിൻ്റെ മുൻനിർണയത്തിൻ്റെ പദ്ധതികൾ വരെ പിടിച്ചു നിൽക്കാൻ എനിക്ക് ദൈവകൃപ വേണം എന്ന് കൊതിക്കുന്നെങ്കിൽ നിങ്ങൾ മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തിയ പാട്ടിൻ്റെ ചരണങ്ങൾ ചേർന്ന് പാടാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കഷ്ടങ്ങൾ സാരമില്ല, രാപ്പകലില്ലിവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. കുഞ്ഞെ, നിന്നെ നിത്യതയുടെ തങ്കത്തെരുവീതിയിലെത്തിക്കാൻ ഈ ശോധന നിനക്ക് അനിവാര്യമെന്ന് കണ്ടുകൊണ്ട് നിന്റെ കഷ്ടതയുടെ പുറകിൽ മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇന്നിത് തിന്മയെന്ന് തോന്നിയാലും ഒടുവിലത്തെ അധ്യായം എൻ്റെ ദൈവം ഇത് നന്മയ്ക്കാക്കി മാറ്റി കുറിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക് സംഭവിക്കണമെന്ന് അവിടുത്തെ കൈയും അവിടുത്തെ ആലോചനയും മുൻനിർണയിച്ചതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അത് നന്മയ്ക്കായി പരിണമിക്കും.